നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അവസരങ്ങളുടെ വാതിലുകൾ, സഹകരണ മേഖലയിലെ അവസരങ്ങളുടെ വാതിലുകൾ നമ്മൾക്ക് വേണ്ടി തുറന്ന് നൽകപ്പെടുമ്പോൾ ആ വാതിലുകൾക്കകത്തോട്ട് കയറാനായിട്ട് ജോലി സാധ്യത വർദ്ധിപ്പിക്കുവാനും നമുക്ക് ജോലി നേടിയെടുക്കുവാനും സഹകാരി റൈസ് പ്ലസ് എന്നെന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. കൃത്യമായ പഠനവും കൃത്യമായ റിവിഷനുകളിലൂടെയും മുന്നോട്ട് പോകുന്ന ഈ ഒരു പ്രവർത്തനം, അതിനോടൊപ്പം തന്നെ നിങ്ങളും എന്ത് ചെയ്യാൻ ശ്രമിക്കുക, സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുക. കൃത്യമായ പഠനങ്ങൾ, ദൈനംദിനമുള്ള പഠനങ്ങളും റിവിഷനുകളിലൂടെയും ഒരു സർക്കാർ ജോലി, സഹകരണ മേഖലയിൽ ഏറ്റവും നല്ലൊരു സർക്കാർ ജോലി നേടിയെടുക്കാനായിട്ട് എല്ലാവർക്കും അവസരമുണ്ട്. എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ രാജേഷ് സാർ നമുക്ക് ഗ്യാപ്പിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സും അതുമായി ബന്ധപ്പെട്ട് കുറച്ച് നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ സാറ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ അതിൻ്റെ തുടർക്കഥ എന്ന രീതിക്ക്, അതിൻ്റെ ബാക്കി ഭാഗം എന്ന രീതിക്കുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സാറ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ ഒരിക്കൽ കൂടി ഒരു റഫ് ഐഡിയ തന്നതിന് ശേഷം നമുക്ക് മുന്നോട്ടുള്ള തിയറി പോർഷനിലോട്ടും അതുപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ടും നമുക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, അക്കൗണ്ടൻസിക്കകത്ത് കണക്കുകൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, അക്കൗണ്ടൻസിക്കകത്ത് എപ്പോഴും കണക്കുകൾ നമ്മൾ എഴുതുന്ന സമയത്ത് അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഒരിക്കലും പ്രകൃതിയിൽ നിന്നും ഉണ്ടായത്, നാച്ചുറലി പ്രൂവണായ ഒന്നല്ല. മനുഷ്യൻ അവൻ്റെ ബിസിനസ്സിൻ്റെ കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയും ബിസിനസ്സിൻ്റെ കണക്കുകൾ പ്രോംപ്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയും ഒരു യൂണിഫോമിറ്റി കൈവരിക്കുന്നതിന് വേണ്ടിയും കുറച്ച് നിയമങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ, കുറച്ച് നിയമങ്ങളുടെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് കണക്കുകൾ എഴുതാൻ പറ്റുള്ളൂ എന്നതിൻ്റെ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ അവൻ്റെ കച്ചവടങ്ങളിലെ കണക്കുകൾ എഴുതി സൂക്ഷിക്കുന്നതിന് വേണ്ടി അവനായി കണ്ടെത്തിയ കുറേ നിയമങ്ങളുണ്ട്. ഏതൊരു പ്രോബ്ലവും നമുക്ക് ചെയ്യുന്ന സമയത്ത്, ഏതൊരു കണക്കും ചെയ്യുന്ന സമയത്ത് ആ കണക്കുകളെ ഒക്കെയും പിന്താങ്ങുന്ന തരത്തിൽ, അതിന് പിന്താങ്ങുന്ന, അതിന് ബാക്ക്വേർഡായി നിൽക്കുന്ന, അതിൻ്റെ പുറകെ നിൽക്കുന്ന എന്തുണ്ടായിരിക്കും, തിയറി ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ആ തിയറി ഭാഗങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ കണക്കുകൾ എന്ത് ചെയ്യുന്നത്, ചെയ്തു തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അക്കൗണ്ടൻസി എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ അവൻ്റെ ബിസിനസ്സിൻ്റെ കണക്കുകൾ കൃത്യമായി അല്ലെങ്കിൽ എഴുതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവൻ കണ്ടുപിടിച്ച കുറേ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുടെ കൂട്ടായ്മയാണ് നമ്മൾ പഠിക്കുന്നത്. ഏതൊരു കണക്കും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ കണക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് എന്തറിഞ്ഞിരിക്കണം? തിയറട്ടിക്കൽ മേഖല, കൃത്യമായും തിയറട്ടിക്കൽ മേഖലയുടെ ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. അപ്പോൾ കണക്കുകൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന തിയറട്ടിക് മേഖലയുടെ അവയർനെസ്സിനെ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് എന്തു പേരിൽ അറിയപ്പെടുന്നത്? ഗ്യാപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായി അംഗീകരിക്കപ്പെട്ട അക്കൗണ്ടിങ് നിയമങ്ങൾ, പൊതുവായി അംഗീകരിക്കപ്പെട്ട അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. നമ്മുടെ രാജ്യം മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും എവിടെയൊക്കെ ഈ പറഞ്ഞതുപോലെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രവർത്തനം നമ്മൾ നടപ്പിലാക്കുന്നുണ്ടോ ആ മേഖലകളിലെല്ലാം നമുക്ക് പൊതുവായി അംഗീകരിക്കപ്പെടുന്ന തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്നിരുന്നാലും ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമുക്ക് ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് നമുക്ക് ആദ്യം ഒന്ന് ചിന്തിക്കാം. ഇന്ത്യക്കകത്ത് നമ്മൾ കണക്കുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടി പൊതുവിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ജനറലി ആയിട്ടുള്ള നിയമങ്ങളെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് എന്തു പേരിൽ അറിയപ്പെടുന്നത്? ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പൊതുവായി അംഗീകരിക്കപ്പെട്ട അക്കൗണ്ടിങ്ങിനകത്തെ തത്വങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ തത്വങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരുപാട് വകഭേദങ്ങൾ വരുന്നുണ്ട്. അതിന് ഒരുപാട് ഹെഡിങ്ങുകളിലൂടെ അറിയപ്പെടുന്നുണ്ട്. പ്രിൻസിപ്പിൾ എന്ന് തന്നെയാണ് എല്ലാത്തിൻ്റെയും ഏകദേശ അർത്ഥമായിട്ട് വരുന്നത്. അർത്ഥം ഇത്രയേ ഉള്ളൂ, പ്രധാനപ്പെട്ട അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ. കണക്കുകൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന തിയറട്ടിക്കലായിട്ടുള്ള റൂൾസിനെയും പ്രൊസീജിയേഴ്സിനെയും കൂടെ മൊത്തത്തിലാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. പല പേരുകളിൽ നമ്മൾ അതിനെ പഠിച്ചായിരുന്നു. സാർ ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നു. കൺസെപ്റ്റ് എന്ന പേരിൽ, അസംഷൻ എന്ന പേരിൽ, പ്രിൻസിപ്പിൾ എന്ന പേരിൽ, മോഡിഫയിങ് പ്രിൻസിപ്പിൾ എന്ന പേരിൽ, സ്റ്റാൻഡേർഡ്സ് എന്ന പേരിലൊക്കെ ഒരുപാട് പേരുകൾ നമ്മൾ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെയും ഞാൻ പറയുന്നതും അത് തന്നെയാണ്. പൊതുവായി അംഗീകരിക്കപ്പെട്ട അക്കൗണ്ടിങ് നിയമങ്ങൾ നമുക്ക് കണക്കുകൾ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും എന്തുണ്ടായിരിക്കണം? ഒരു യൂണിഫോമിറ്റി കൈവരണം. എല്ലാവർക്കും കണക്ക് ചെയ്യുമ്പോൾ ഒരേ നിയമങ്ങൾക്ക് ആനുപാതികമായിട്ട് എല്ലാവരും കണക്ക് ചെയ്യണം. ഇങ്ങനെ ഒരേ നിയമങ്ങൾക്ക് ആനുപാതികമായിട്ട് ചെയ്തു പോകുമ്പോൾ മാത്രമേ, എന്തിനാണ് നമ്മൾ കണക്കുകൾ തയ്യാറാക്കുന്നത്? കണക്കുകൾ തയ്യാറാക്കുന്നതിന് പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ, ഒന്ന് ലാഭവും നഷ്ടവും അറിയുന്നതിന് വേണ്ടി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ലാഭവും നഷ്ടവും അറിയുന്നതിന് വേണ്ടി, കണക്കുകൾ കാണിക്കുന്നതിന് വേണ്ടി. ഇതൊന്നുമല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, സർക്കാരിന് ടാക്സ് അടയ്ക്കണം, സർക്കാരിന് നികുതി അടയ്ക്കണം. സർക്കാരിന് നികുതി അടയ്ക്കുന്ന സമയത്ത് നമുക്കിഷ്ടപ്പെട്ട രീതിക്ക് കണക്കുകൾ എഴുതിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ആരംഗീകരിക്കില്ല? സർക്കാർ അംഗീകരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ
എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് ഫോളോ ചെയ്യുക. അപ്പോൾ അതിനൊരു യുണീക്നെസ് ഉണ്ടാകും, ഒരു പൊതുവായ ഒരു രീതി ഉണ്ടാകും. ആ പൊതുവായ രീതി ആകുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകില്ല. ഒരു രീതിക്ക് മാത്രമല്ലേ എല്ലാവരും കണക്ക് പ്രസന്റ് ചെയ്യുന്നുള്ളൂ. ആ എല്ലാവരുടെയും കണക്കുകൾ നമുക്ക് യൂണിഫോമിറ്റിയോടുകൂടി എന്ത് ചെയ്യാൻ പറ്റും, നോക്കാനും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും പറ്റും. പല ആളുകൾ അല്ലെങ്കിൽ പല ബിസിനസ്സുകാർ പല രീതിക്കാണ് അവരുടെ കണക്കുകൾ അവരുടെ ഇഷ്ടാനുസരണം തയ്യാറാക്കിയാൽ അതൊരിക്കലും വെച്ചുകൊണ്ട് നമുക്ക് എന്തടയ്ക്കാൻ പറ്റില്ല, ടാക്സ് അടയ്ക്കാനായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതിനെ നമുക്ക് കൃത്യതയുള്ള കണക്കെന്ന് പറയാനും പറ്റില്ല. അതിനെ അക്കൗണ്ടിങ്ങിൽ മറ്റൊരു പേരിൽ അറിയപ്പെടും. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അതൊരു ഇൻകംപ്ലീറ്റ് സിസ്റ്റമാണ്. അതെന്താണ്? ഒരു പൂർണ്ണമായ ഒന്നല്ല, അപൂർണമായ ഒന്നാണ്, അശാസ്ത്രീയമായ ഒന്നാണ്. ഇഷ്ടപ്പെട്ട രീതിക്ക് ഓരോന്ന് കണക്കെഴുതിയാൽ. അപ്പൊ അങ്ങനെയുള്ള കുറെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് പൊതുവായ കുറെ നിയമങ്ങളെ പറ്റി പരിചയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ നിലവിൽ പരിചയപ്പെട്ട് കഴിഞ്ഞു. പൊതുവായ കുറെ നിയമങ്ങൾ നിങ്ങൾ മനസ്സിലായി കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ആ പൊതുവായ നിയമങ്ങളെ ഞാൻ പറഞ്ഞു പല പേരുകളിൽ അറിയപ്പെടുന്നു. ഇതിലേത് പേര്, ഏത് ഹെഡിങ് എടുത്തിരുന്നാലും ഇതിൻ്റെ അർത്ഥം ഒന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കണക്കുകൾ എഴുതുന്നതിന് വേണ്ടി എന്തു വേണം? ഒരു യൂണിഫോമിറ്റി വേണം. എല്ലാത്തിനും ഒരേ രീതി ആയിരിക്കണം. ആ രീതിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഹെഡിങ്ങുകളായിട്ട് പല തലക്കെട്ടുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പല തലക്കെട്ടുകളായിട്ട് പഠിച്ചു. അക്കൗണ്ടിങ് അസംഷൻ ഒന്നാമത്തെ, അല്ലെങ്കിൽ കൺസെപ്റ്റ്, അനുമാനങ്ങൾ, അക്കൗണ്ടിങ്ങിനെ പറ്റിയുള്ള ചില അനുമാനങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യൻ അവന്റെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവന്റെ ബിസിനസ്സിനകത്തെ കണക്കുകൾ കൃത്യതയോടുകൂടി ചെയ്യുന്നതിന് വേണ്ടി അവൻ കണ്ടുപിടിച്ചു വെച്ച നിയമങ്ങൾ അല്ലെങ്കിൽ പോളിസീസ്, നയങ്ങൾ, അനുമാനങ്ങൾ, കൺസെപ്റ്റുകൾ, ഇതിനെ മൊത്തത്തിലാണ് നമ്മൾ അക്കൗണ്ടൻസിക്കകത്ത് കൊണ്ട് പ്രാവർത്തികമാക്കുന്നത്. അപ്പം നമ്മൾ ഒന്നുകിൽ നമ്മൾ ആ നിയമം അനുസരിച്ച് പഠിക്കണം. ആ നിയമം അനുസരിച്ച് കണക്കുകൾ ചെയ്താൽ മാത്രമേ സ്വീകാര്യമാവുകയുള്ളൂ. അപ്പോൾ ആ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ആ റൂൾസിനെയും റെഗുലേഷൻസിനെയും ഒരു 4-5 ഹെഡിങ്ങിലായിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, തരംതിരിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതാണ് അക്കൗണ്ടിങ് അസംഷൻ ഓർ കൺസെപ്റ്റുകൾ, അനുമാനങ്ങൾ. നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാലേ നമുക്ക് കണക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ഈ രീതിക്ക് ചിന്തിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണക്കുകൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുള്ളൂ. അതാണ് അസംഷൻസ് അല്ലെങ്കിൽ കൺസെപ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അടുത്ത കാര്യം എടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഓർ കൺവെൻഷൻസ്. കൺവെൻഷൻസ് എന്ന് പറയുന്നത് ഒരു ട്രഡീഷൻ എന്ന് നമുക്ക് പറയാം. പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്ന കുറെ രീതികൾ, അതാണ് ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ നിയമങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ആ നിയമങ്ങളെ കുറച്ചുകൂടി പരിഷ്കരിച്ചെടുത്തത്, ദാറ്റ് ഈസ് കോൾഡ് മോഡിഫയിങ് പ്രിൻസിപ്പിൾ. അതിനെ ഒന്ന് എന്ത് ചെയ്യാം, പെയിന്റ് അടിച്ച് അതിനെ ഒന്ന് വൃത്തിയാക്കി നമ്മൾ നിലവിലുള്ള പ്രിൻസിപ്പിൾസിനെ കുറെ മാറ്റങ്ങളൊക്കെ വരുന്നു, മോഡിഫൈ ചെയ്തെടുത്ത പ്രിൻസിപ്പിൾസ്. അവസാനത്തെ പോയിന്റ് പറയുന്നു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. CSEB പരീക്ഷകൾക്കും സഹകരണ മേഖലയിൽ അക്കൗണ്ടിങ് എവിടെയൊക്കെ വരുന്നുണ്ടോ, ഏതൊക്കെ മേഖലകളിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്ട് നമുക്ക് ടോപ്പിക്കായിട്ട് വരുന്നുണ്ടോ, ആ മേഖലകളിലൊക്കെയും നമ്മെ എപ്പോഴും ചതിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതിനകത്ത് പഠിക്കാനായിട്ട് ഈ പറഞ്ഞതുപോലെ ഒരുപാട് എലാബറേറ്റ് ആയിട്ട് വിശദീകരിച്ച് പഠിക്കാനായിട്ടൊന്നുമില്ല. അതിനകത്ത് കുറേ സ്റ്റാൻഡേർഡുകൾ എഴുതിയിട്ടുണ്ട്. ഒരു 10-32 സ്റ്റാൻഡേർഡുകൾ ഉണ്ട് നിലവിൽ. പക്ഷേ 10-32 സ്റ്റാൻഡേർഡൊന്നും നമുക്ക് പഠിക്കേണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റാൻഡേർഡുകൾ മാത്രം നമ്മൾ കാണാതെ കൃത്യമായും പഠിച്ചു വെക്കുക മാത്രമേ അതിന് നിവർത്തിയുള്ളൂ. മറ്റൊരു മാർഗവും അതിനില്ല. കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ ആ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഓരോ സ്റ്റാൻഡേർഡിനകത്തും എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് കൃത്യമായി നമ്മൾ പഠിച്ചു വെക്കണം. അതിനകത്തുനിന്ന് കൃത്യമായും പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കും. ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് നിന്നും ചോദിക്കാതെ കടന്നു പോകുന്ന CSEB പരീക്ഷകൾ ഉണ്ടാകില്ല. അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടൊരു പരീക്ഷ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡ് അല്ലെങ്കിൽ 5ാമത്തെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഏതാണ്, 6ാമത്തെ ഏതാണ്, അങ്ങനെ ചോദിക്കാതെ കടന്നു പോകുന്ന പരീക്ഷകൾ വളരെ വിരളമാണ്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ള മേഖലയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? അക്കൗണ്ടിങ്ങിനകത്ത് കണക്കുകൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന കുറെ തിയറികൾ, ആ തിയറികളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ ആ തിയറികൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ കണക്ക് ചെയ്യാൻ സഹായിക്കുന്ന തിയറികളെ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന പേര് പൊതുവായി അംഗീകരിക്കപ്പെട്ട അക്കൗണ്ടിങ് നിയമങ്ങൾ. ആ അക്കൗണ്ടിങ് നിയമങ്ങളെ തന്നെ നമ്മൾ കൃത്യമായി നാലായിട്ട് നമ്മൾ എന്ത് ചെയ്തു, തരംതിരിച്ചു. അക്കൗണ്ടിങ് അസംഷൻസ് അല്ലെങ്കിൽ കൺസെപ്റ്റ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കൺവെൻഷൻസ്, മോഡിഫയിങ് പ്രിൻസിപ്പിൾസ്, ലാസ്റ്റ് വൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പം ഈ കാര്യങ്ങളെ പറ്റി ഒരു ജനറൽ ആയിട്ട് ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞങ്ങ് പോവുകയാണ്. ഒന്നാമത്തെ പോയിന്റ് പറയുന്നു അക്കൗണ്ടിങ് അസംഷൻ ആണ് ഞാൻ എടുക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ പോയിന്റ് പറയുന്നു അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ്. എന്താണ് എൻറ്റിറ്റി കൺസെപ്റ്റിനകത്ത് പറയുന്നത്?
ബിസിനസ്സുകാരനും ബിസിനസ്സിനെയും രണ്ടായി കരുതുക. ഞാനൊരു കച്ചവടം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ, എൻ്റെ കച്ചവടം വേറെ. ഞാൻ കച്ചവടത്തിനകത്തോട്ട്, ബിസിനസ്സിനകത്തോട്ട് പൈസ കൊണ്ടിട്ട് കൊടുക്കുന്നു. ദി ഓണർ ഈസ് എ സെപ്പറേറ്റ് പേഴ്സൺ എപ്പാർട്ട് ഫ്രം ദ എൻറ്റിറ്റി. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കച്ചവടവുമായി കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് എൻറ്റിറ്റി എന്ന വാക്കിനർത്ഥം ബിസിനസ് എന്നാണ്. ബിസിനസ്സിൽ നിന്നും ആ ഓണർ അല്ലെങ്കിൽ മുതലാളി വേർപെട്ട് മാറി നിൽക്കുകയാണ്. ഇവിടെ കച്ചവടമുണ്ടെങ്കിൽ ഞാൻ ആ കച്ചവടത്തിനകത്തോട്ട് കൊണ്ട് പൈസ ഇട്ട് കൊടുക്കുന്നു. ബിസിനസ് വേറെ, ഞാൻ വേറെ. അങ്ങനെയുള്ളൊരു നിയമത്തെ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുമാനത്തെ വിളിക്കുന്ന പേര്. ആ അനുമാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. ആ അനുമാനത്തിൽ നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ബിസിനസ് വേറെ, ഓണർ വേറെ. ബിസിനസിന്റെ കണക്ക് വരയ്ക്കുന്ന സമയത്ത് ഞാൻ കൊണ്ടിടുന്ന പൈസയെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ. അക്കൗണ്ടൻസിന്റെ അടിസ്ഥാനപരമായ ടേംസുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിലും അറിഞ്ഞുകൂടാ എന്നുള്ള കൃത്യമായി ഇവിടെ നിന്ന് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ബേസിൽ ഞാനൊരു റഫ് ഐഡിയ എന്ന രീതിക്ക് ഞാൻ പറയാം. ഞാനെന്ന് പറയുന്ന വ്യക്തി ബിസിനസ്സിനകത്തോട്ട് പൈസ കൊണ്ടിടുന്നു. ഇവിടുത്തെ അനുമാനം അല്ലെങ്കിൽ ഇവിടുത്തെ സങ്കല്പം എന്താണെന്ന് ചോദിച്ചാൽ, നാളെ ഒരു കാലത്ത് ഇവിടെ ഒരു കച്ചവടം നിൽപ്പുണ്ട്, ഒരു കടയാണ് ഞാൻ തുടങ്ങിയത്, കടയ്ക്കകത്ത് ഞാൻ പൈസ കൊണ്ടിട്ടു. കട എന്ത് ചെയ്യുന്നു? ആ പൈസയൊക്കെ വെച്ച് കച്ചവടം ചെയ്ത് ഇത്ര നാൾ കഴിയുമ്പോൾ എനിക്ക് എന്ത് തരും? തിരിച്ച് ലാഭം എനിക്ക് തിരിച്ചു തരും. അത് ആരുടെ ഉത്തരവാദിത്തം? എൻ്റെ ഉത്തരവാദിത്തമല്ല, കടയുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഉത്തരവാദിത്തമാണ് അത്. അപ്പോൾ അത് ബിസിനസ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ബിസിനസ്സിൻ്റെ ഉത്തരവാദിത്തമാണ്, ബിസിനസ്സിൻ്റെ ബാധ്യതയുമാണ്. എൻ്റെ കാശ് എന്തുൾപ്പെടെ, ലാഭം ഉൾപ്പെടെ തിരിച്ചു തരിക എന്ന് പറയുന്നത് ആരുടെ ഉത്തരവാദിത്തം? ബിസിനസ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പം ഞാൻ വേറെ, ബിസിനസ് വേറെ. ഈ കാഴ്ചപ്പാടാണ് എന്ത്? അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഒരുപാട് എലാബറേറ്റ് ആയിട്ട് ഞാൻ പറയാതെ വളരെ ചെറിയ രീതിക്ക് പറയുന്ന ഒരു ക്ലാസ് വളരെ വ്യക്തമായും സാർ തന്നിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് രണ്ടാമത്തേലോട്ട് പോകാം. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ബിസിനസ് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു? നമുക്കൊരിക്കലും ബിസിനസ് തുടങ്ങിയിട്ട് പറയാൻ പറ്റുമോ നാളെ അടച്ചുപൂട്ടുമെന്ന്, മറ്റന്നാ വരെ ഉണ്ടാകുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒന്നാണെങ്കിൽ നമ്മൾ തുടങ്ങുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പ് ബിസിനസ് ആയിരിക്കണം. ഒരു പ്രത്യേക പർപ്പസിന് തുടങ്ങിയതാണെങ്കിൽ നമുക്ക് പറയാം ഇത്ര മാസം കഴിയുമ്പോൾ തീർന്നു, അല്ലെങ്കിൽ ഇത്ര മാസം കഴിയുമ്പോൾ അത് അടച്ചുപൂട്ടും. ഇത് പറ്റുമോ? ഇല്ല. ഒരു കച്ചവടം തുടങ്ങുന്ന സമയത്ത് ഒരിക്കലും പറയാൻ പറ്റില്ല ഇത് എത്ര നാൾ നിലനിൽക്കുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇറ്റ് വിൽ ഗോ ഓൺ ആൻ ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. ഇത് അതിരുകളില്ലാത്ത ദിവസങ്ങളിലോട്ട് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. വി കനോട്ട് പ്രഡിക്റ്റ് ദ എക്സ്പിരേഷൻ ലൈഫ് ഓർ ടൈം ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസിന്റെ കാലാവധി എന്താണെന്ന് ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. അതൊരു അനുമാനമാണ് അല്ലെങ്കിൽ നിഗമനമാണ്. നമ്മൾ അതിൽ വിശ്വസിച്ച് തന്നെ പോകണം. അപ്പോൾ അത്തരത്തിലുള്ള അനുമാനത്തെ വിളിക്കുന്നവരാണ് എന്ത്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. രണ്ടാമത്തെ അസംഷൻ അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. തേർഡ് വൺ മണി മെഷർമെന്റ് കൺസെപ്റ്റ്. ഒരു കച്ചവടം എടുത്തു കഴിഞ്ഞാൽ ആ കച്ചവടത്തിനകത്തെ എല്ലാ കൈമാറ്റങ്ങൾക്കകത്തും ആരുണ്ടാകണം? മണി ഉണ്ടാകണം, പൈസ ഉണ്ടാകണം. ഏത് കൈമാറ്റം എടുത്തിരുന്നാലും അതിനകത്ത് എന്തിൻ്റെ സ്വാധീനം ഉണ്ടാകണം? പൈസ. 1,00,000 രൂപ മുടക്കി ബിസിനസ് തുടങ്ങി, 1000 രൂപ കൂലി കൊടുത്തു, 200 രൂപ കമ്മീഷൻ കിട്ടി, അതുപോലെ തന്നെ റെന്റ് കൊടുത്തു. ഇങ്ങനെ ഏതൊരു കൈമാറ്റം എടുത്തിരുന്നാലും അവിടെ ആരുടെ സ്വാധീനം ഉണ്ടാകും? പണത്തിന്റെ സ്വാധീനം ഉണ്ടാകും. ഇൻ ബിസിനസ് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ ഷുഡ് ഹാവ് എ മോണിറ്ററി സപ്പോർട്ട്. എന്തിനകത്തും സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്തുണ്ടാകും? പണം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ആ കൺസെപ്റ്റിന് എന്തു പേരിൽ അറിയപ്പെടുന്നത്? മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. എന്താ അതിനകത്ത് പറഞ്ഞത്? ഒരു ബിസിനസ്സുകാരൻ തൻ്റെ കണക്കുകൾ നോക്കുന്ന ഒരു കാലാവധി ഉണ്ടായിരിക്കും. കച്ചവടം ചുമ്മാ നടത്തിക്കൊണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ഇത്ര നാൾ കഴിയുന്ന സമയത്തൊന്ന് നോക്കാം, എന്താണ് ലാഭമാണോ നഷ്ടമാണോ എന്ന്. അത് നോക്കണ്ടേ, എങ്കിലല്ലേ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അവൻ ആ ലാഭവും നഷ്ടവും നോക്കാനെടുക്കുന്ന ഒരു കാലാവധി ഇല്ലേ, ആ കാലാവധി എന്താണ്? അതിനെപ്പറ്റി പറയുന്ന അനുമാനം, ആ കൺസെപ്റ്റിനെ വിളിക്കുന്ന പേര് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. സാധാരണ 1 വർഷം കൂടുമ്പോഴാണ് കണക്ക് നോക്കുന്നത്. ഇനി 1 വർഷം കൂടുമ്പോഴേ നോക്കുന്നുള്ളൂ, അല്ല 3 മാസം കൂടുമ്പോൾ നോക്കാം, 6 മാസം കൂടുമ്പോൾ നോക്കാം, ഇഷ്ടമുള്ളതുപോലെ നോക്കാം, കുഴപ്പമില്ല. പക്ഷേ സാധാരണയായിട്ട് നമ്മളെ കണക്കുകൾ കാണപ്പെടുന്ന 1 വർഷത്തെ കണക്കുകളാണ് നമ്മൾ പ്രധാനമായിട്ടും തയ്യാറാക്കുന്നത്. ആ കാലാവധിയെ പറ്റിയുള്ള അനുമാനത്തെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. ഞാനൊരല്പം വേഗതയിൽ അങ്ങ് പോവുകയാണ്, കാര്യം നമുക്ക് പഠിച്ചു തീർക്കാൻ ഇനിയും കാര്യങ്ങൾ ബാക്കിയുണ്ട്. ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുണ്ട്. നമുക്ക് നോക്കാം. അടുത്തത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. വേഗം ഞാൻ പറയുകയാണ്. ഒന്നാമത്തെ ഡുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ. മൊബൈലിനകത്ത് 2 സിം വന്നു തുടങ്ങിയ കാലാവധി തൊട്ട് മലയാളികൾ പഠിച്ച വാക്കാണ് ഡ്യുവൽ എന്ന് പറയുന്നത്. എല്ലാ മലയാളികളുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. സാധാരണക്കാരായ മലയാളികൾ പഠിച്ച വാക്കാണ് ഡ്യുവൽ. 2
രണ്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ അർത്ഥം ഏത് കൈമാറ്റം എടുത്തിരുന്നാലും രണ്ട് ആസ്പെക്റ്റ് ഉണ്ടാകും, രണ്ട് ഘടകങ്ങൾ ഉണ്ടാകും. ആ രണ്ട് ഘടകങ്ങൾ, ഒന്ന് ഡെബിറ്റ് മറ്റൊന്ന് ക്രെഡിറ്റ്. ആ നിയമം ഡ്യുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിൾ. രണ്ട് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ. അവിടെ ഉദ്ദേശിക്കുന്നത് അസറ്റുകൾ നേടിയെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അക്യൂർ ചെയ്യുന്ന സമയത്ത് അത് വാങ്ങിയ സമയത്തെ അതിൻ്റെ വിലയുടെ അടിസ്ഥാനത്തിൽ, ആ പർച്ചേസ് പ്രൈസിന്റെ അടിസ്ഥാനത്തിൽ വില നിർണ്ണയിക്കുന്ന നിയമത്തെ വിളിക്കുന്ന പേര് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ. രണ്ടാമത്തത് ഞാൻ പിന്നെയും ആവർത്തിക്കുന്നില്ല. മൂന്നാമത്തത് റവന്യൂ റിയലൈസേഷൻ അല്ലെങ്കിൽ റവന്യൂ റെക്കഗ്നിഷൻ എന്ന പേരിലും അറിയപ്പെടും. റവന്യൂ റിയലൈസേഷൻ അല്ലെങ്കിൽ റവന്യൂ റെക്കഗ്നിഷൻ എന്ന പേരിലും അറിയപ്പെടും. എന്താ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന വരുമാനത്തെ വിളിക്കുന്ന പേരാണ് റവന്യൂ. അത് തിരിച്ചറിയുന്ന നിയമം റവന്യൂ റിയലൈസേഷൻ അല്ലെങ്കിൽ റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അടുത്തത് മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ചെലവും ഉണ്ടായി കഴിഞ്ഞാൽ അതിനാനുപാതികമായ എന്തുണ്ടാകും? ഒരു വരവുണ്ടാകും. എന്ത് ചെലവുണ്ടായാലും അതിനാനുപാതികമായിട്ടൊരു വരവുണ്ടാകും എന്ന് പറയപ്പെടുന്ന നിയമമാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ. കണക്കുകൾ എഴുതുന്ന സമയത്ത് ചുമ്മാതൊരിക്കലും നമ്മൾ കണക്കെഴുതാൻ പറ്റില്ല. എല്ലാത്തിനെയും പിന്താങ്ങുന്ന തരത്തിൽ അതിന് വേണ്ടിയുള്ള ഡോക്യുമെന്ററി എവിഡൻസുകളും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അതിനെ വിളിക്കുന്ന പേരാണ് എന്തു പേരിൽ അറിയപ്പെടുന്നത്? വെരിഫയബിൾ ഒബ്ജക്റ്റീവ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മളൊരു കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കുന്ന സമയത്ത് ആ കടക്കാരൻ അതിനെന്തിടുകയാണ്? കണക്കിടുകയാണ്. ഇത്ര രൂപയുടെ സാധനം ഞാൻ വിറ്റു എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്തു. കണക്ക് നോക്കുന്ന സമയത്ത് കണക്ക് നോക്കുന്ന ആൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെ ഇതിന് ആധികാരികതയുണ്ടോ അല്ലെങ്കിൽ ഇതിനെ പിന്താങ്ങുന്ന തരത്തിൽ നിങ്ങളുടെ കൈവശം എവിഡൻസ് ഉണ്ടോ? ഉണ്ട്. എന്താ എവിഡൻസ്? ബില്ല്. അപ്പൊ എന്തിനേയും പിന്താങ്ങുന്ന തരത്തിലൊരു തെളിവുണ്ടായിരിക്കണം. ആ നിയമം വെരിഫയബിൾ ഒബ്ജക്റ്റീവ്. കണക്കെഴുതുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം കാണിച്ചു കൊടുത്താൽ പോരാ. എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. കണക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? അവതരിപ്പിക്കണം എന്ന് പറയുന്ന നിയമം ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ. മുഴുവൻ കാര്യങ്ങളും നമ്മൾ കാണിച്ചു കൊടുക്കണം. കണക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഒരു ഹൈഡിങ് ഒന്നും വേണ്ട. ഒരു കാര്യങ്ങളും നമുക്ക് എന്ത് വേണ്ട? ഒളിപ്പിച്ചു വെക്കണം. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് പറയുന്ന രണ്ടാമത്തെ ഹെഡിങ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. നമുക്ക് കുറച്ച് മോഡിഫൈ ചെയ്യാം. പ്രിൻസിപ്പിൾസിനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. അടുത്ത മേഖലയിലോട്ട് നമുക്ക് പോവാം. മോഡിഫൈയിങ് പ്രിൻസിപ്പിൾ. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വെരിഫയബിൾ ഒബ്ജക്റ്റീവ് പറഞ്ഞ പോലെ മെറ്റീരിയാലിറ്റി. നമുക്ക് മെറ്റീരിയലായിട്ട് വേണ്ട എല്ലാ ഫാക്റ്റുകളും മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വേണ്ട, ഒരു കച്ചവടത്തിന് ആവശ്യം വേണ്ട എല്ലാ ഘടകങ്ങളും നമ്മൾ രേഖപ്പെടുത്തണം. വളരെ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ളത്, അതായത് നമുക്ക് ഒട്ടും അതുകൊണ്ട് ഈ പറഞ്ഞ കണക്ക് റെക്കോർഡ് ചെയ്യണമെന്നില്ല, അങ്ങനെയുള്ളത് നമുക്ക് ഉപേക്ഷിക്കാം. അല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, മെറ്റീരിയൽ സബ്സ്റ്റൻസുകളും നമുക്ക് എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം എന്നാണ് പറയപ്പെടുന്നത്. ഒന്നും വിട്ടുകളയരുത്. പ്രധാനപ്പെട്ടതല്ലാത്തതൊന്നും, പ്രധാനപ്പെട്ടതെല്ലാം എന്ത് ചെയ്യണം? രേഖപ്പെടുത്തണം. രണ്ടാമത്തെ കൺസിസ്റ്റൻസി, സ്ഥിരത. സ്ഥിരത എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് നമ്മൾ ഒരു നിയമത്തിൽ, ഇന്ന് എൻ്റെ പൊക്കം ഞാൻ സെന്റിമീറ്ററിൽ അളക്കുകയാണ്, നാളെ ഞാൻ മീറ്ററിൽ അളക്കുകയാണ്. കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് സെന്റിമീറ്ററിൽ അളന്നാൽ നാളെയും ഞാൻ എൻ്റെ പൊക്കം സെന്റിമീറ്ററിൽ അളന്നാലേ അതിലെന്ത് വരുത്താൻ പറ്റൂ? മാറ്റം അളക്കാനായിട്ട് പറ്റൂ. അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ കണക്കുകൾ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന നിയമങ്ങളിൽ എന്തുണ്ടായിരിക്കണം? സ്ഥിരത ഉണ്ടായിരിക്കണം. ദാറ്റ് കൺസിസ്റ്റൻസി വിൽ ഓൾവേസ് ഹെൽപ്സ് ടു കമ്പയറബിലിറ്റി. നമുക്ക് എപ്പോഴും എന്തിനെ സഹായിക്കും? താരതമ്യ പഠനത്തിന് സഹായിക്കും. കാര്യം എന്താ? നമ്മൾ ഇന്ന് ഉപയോഗിച്ച ഒരു നിയമം നാളെ ഉപയോഗിക്കുന്നത് ആ സെയിം നിയമമാണെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റൂ? കമ്പയർ ചെയ്യാനായിട്ട് പറ്റൂ. ദാറ്റ് ഇസ് കോൾഡ് കൺസിസ്റ്റൻസി. അടുത്തത് ഏറ്റവും പ്രധാനം, നമുക്ക് ഈ പറഞ്ഞ നിയമങ്ങളിൽ പലതും നമുക്ക് വാക്കുകളിലൂടെ പിടിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ തന്നെ ഡുവൽ ആസ്പെക്റ്റ് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, രണ്ട് ആസ്പെക്റ്റ് ആണെന്ന്. അപ്പൊ അങ്ങനെ അല്ലാത്ത ചില പോയിന്റുകളുണ്ട്. വളരെ പ്രധാനം, വളരെ പ്രധാനം. കാരണം നമുക്ക് സർക്കാർ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ എങ്ങനെയൊക്കെ ഒന്ന് ചുറ്റിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതൊക്കെ തരത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാം ക്വസ്റ്റ്യനുകളിലൂടെ. നോർമൽ വായനയിലൂടെ അല്ലെങ്കിൽ ഒരു ഒറ്റ വായനയിലൂടെ ഒരിക്കലും ഒരു കാൻഡിഡേറ്റിന് ഉത്തരം കണ്ടെത്താൻ പറ്റരുത്. ഇതാണ് ഇപ്പോഴത്തെ രീതി. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇൻഡയറക്റ്റ് മോഡ് ക്വസ്റ്റ്യൻ പോരുന്നത്. സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ടൈപ്പ് ക്വസ്റ്റ്യനുകളൊക്കെ ഇപ്പോൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യനുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഒരു ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ ആൻസറിലോട്ട് എത്താൻ ആ കാൻഡിഡേറ്റ് ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ആ കുട്ടി കുറച്ച് ക്വസ്റ്റ്യൻ മാത്രമേ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ
കണ്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിക്കുള്ള വാക്കുകൾ കണ്ടാൽ കൈവിടരുത്, അതിനെ കൂടെ ചേർക്കുക. അത്തരത്തിലുള്ളൊരു വാക്ക് പ്രുഡൻസ് അല്ലെങ്കിൽ കൺസർവേറ്റിസം. അർത്ഥം ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺഫോർസീൻ പ്രോഫിറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് വരുന്ന കാലഘട്ടത്തിൽ ലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ സന്തോഷം, വളരെ സന്തോഷം. ലാഭം കിട്ടുന്ന കാര്യം വളരെ സന്തോഷം, സാധ്യതയുണ്ട്. ഉടനെടുത്ത് റെക്കോർഡ് ചെയ്യരുത്. പക്ഷേ ഒരു ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഉടൻ റെക്കോർഡ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ ആ നിയമം. പ്രധാനമായും ആ നിയമത്തിനകത്ത് വരുന്ന കാര്യം ഇതാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ മുന്നേ കൂട്ടി കാണണം. അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് ആ ലാഭം നമ്മൾ റെക്കോർഡ് ചെയ്യരുത്, വേണ്ട. അഥവാ കിട്ടിയില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായി പോകും. ഇനി ഒരു നഷ്ടം ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി റെക്കോർഡ് ചെയ്യണം എന്ന് പറയപ്പെടുന്ന നിയമമാണ് കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രുഡൻസ്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. കൃത്യസമയത്ത് എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. ദാറ്റ് ഈസ് കോൾഡ് ടൈംലിനെസ്. അടുത്ത പോയിന്റ് അക്രൂവൽ കൺസെപ്റ്റ്. എന്താ അക്രൂവൽ കൺസെപ്റ്റ്? രണ്ട് തരത്തിലുള്ള കൺസെപ്റ്റുകളാണ് അക്കൗണ്ടിങ്ങിനെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് ക്യാഷ് കൺസെപ്റ്റ്, രണ്ട് അക്രൂവൽ കൺസെപ്റ്റ്. രണ്ട് കൺസെപ്റ്റുകളുണ്ട്. ഇതിൽ ക്യാഷ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടപാട് നടക്കുമ്പോൾ പൈസ ഒന്നുകിൽ കൊടുക്കും അല്ലെങ്കിൽ കിട്ടും. കൊടുത്താലേ അത് റിയൽ ആവുള്ളൂ, കിട്ടിയാലേ റിയൽ ആവുള്ളൂ. ഐദർ ക്യാഷ് റിസീവ്ഡ് ഓർ ക്യാഷ് പെയ്ഡ്, രണ്ടിലെങ്കിലും സംഭവിക്കണം. അല്ലാതെ ഒരു കൈമാറ്റം നടക്കുമ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊരവസ്ഥയുണ്ടല്ലോ. നമുക്ക് കിട്ടും, കയ്യിൽ വന്നില്ല, കിട്ടും, കയ്യിൽ വന്നില്ല, കൊടുക്കും, കൊടുത്തില്ല. അപ്പോൾ അത്തരത്തിലൊരു സാധ്യത, അങ്ങനെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് നേച്ചറിനെ വിളിക്കുന്ന പേരാണ് അക്രൂവൽ കൺസെപ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ക്യാഷ് ബേസിസ്. കിട്ടും, കൊടുക്കും, അക്രൂവൽ കൺസെപ്റ്റ്. ഓക്കെ. ഇനി അടുത്ത് സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം. അധികം ആരും ശ്രദ്ധിക്കാത്ത ഒന്നാണ് സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു വാഹനം എടുക്കുകയാണ്. ഞാനൊരു വാഹനം ബാങ്കിൽ നിന്നും ലീസിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ബാങ്ക് വഴി ഞാനൊരു വാഹനം എടുക്കുകയാണ്. അപ്പോൾ വാഹനം എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അടവുകൾ ഞാൻ അടയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അവസാന അടവ് അടച്ച് തീർത്താലേ ഞാൻ അതിൻ്റെ ലീഗൽ ഓണർ ആവുള്ളൂ. ശരിയല്ലേ? അല്ലാതെ പറയാൻ പറ്റുമോ എൻ്റെ വണ്ടി എന്ന്? ഒരിക്കലും പറയാൻ പറ്റില്ല. എൻ്റെ വണ്ടി എന്ന് പൂർണ്ണമായും അവകാശം പറയണമെന്നുണ്ടെങ്കിൽ ഐ എം ഹാവിങ് എ ലീഗൽ റൈറ്റ് ഓൺ ദാറ്റ് വെഹിക്കിൾ. എനിക്ക് ആ വാഹനത്തിന്മേലൊരു നിയമപരമായ അവകാശം ഉണ്ടായിരിക്കണം. നിയമപരമായ അവകാശം ഇപ്പോൾ ഉണ്ടോ? പൂർണ്ണമായും ഇല്ല. എനിക്ക് എന്ത് അവകാശമുണ്ട്? ഐ ഹാവ് ആൻ ഇക്കണോമിക് റൈറ്റ് ഓവർ ദാറ്റ് വെഹിക്കിൾ. എനിക്ക് അതിന്മേലൊരു സാമ്പത്തിക അവകാശമുണ്ട്. കാര്യം എന്താ? ഞാൻ എല്ലാ മാസവും ആ വണ്ടിയുടെ പേരിൽ എന്തടച്ചുകൊണ്ടിരിക്കുകയാണ്? പൈസ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പറയുന്നത് സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം. നിയമത്തിനും അപ്പുറത്ത് എന്തുണ്ട്? എനിക്കൊരു സാമ്പത്തിക അവകാശമുണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം എന്ന പേരിൽ അറിയപ്പെടുക. നിയമത്തിനല്ല അവിടെ സാധ്യത, ഒരു എക്കണോമിക് ബെനിഫിറ്റ് അല്ലെങ്കിൽ എക്കണോമിക് ആയിട്ട് എനിക്ക് അതിന്മേൽ അവകാശമുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം. നിയമത്തിനും അപ്പുറത്ത് എനിക്ക് അതിലെന്തുണ്ട്? അവകാശമുണ്ട്. ഇത്രയുമാണ് ഇതിൻ്റെ പൊതുവായി പറയുന്ന കുറേ കാര്യങ്ങൾ. ഞാൻ നേരത്തെയും പറഞ്ഞു, സാറ് പറഞ്ഞതാണ്. എനിക്കിതിനെ മുന്നോട്ട് പറഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ഇതൊരു ബേസിക് കിട്ടിയാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പറഞ്ഞു പോകാനായിട്ടൊരു ഫ്ലോ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാനൊരു 10-15-20 മിനിറ്റോളം പോയി കഴിഞ്ഞു എടുത്ത് ക്ലാസ് തുടങ്ങിയിട്ട്. അപ്പോൾ അത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഇത്രയും പറഞ്ഞാലേ അടുത്ത ഭാഗം. മറ്റേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഞാൻ നേരത്തെ വിശകലനം ചെയ്തായിരുന്നു. ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു റഫ് ഐഡിയ എന്ന് പറയുന്നത്. നമുക്ക് നേരെ അടുത്ത ഭാഗത്തിലോട്ട് പോകാം. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം എല്ലാം എടുത്തിട്ടത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാൻ പറ്റണം. അതിനു വേണ്ടിയാണ് ഓരോന്നായിട്ട് നമുക്ക് ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ഒന്ന് കാണാൻ പറ്റണം. ഒന്നാമത്തത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ്. അനുസരിക്കേണ്ട എന്തൊക്കെയാണ്? നിയമങ്ങൾ എന്തൊക്കെയാണ്? അതിനെ വിളിക്കുന്നവരെ എന്ത്? അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. മറന്നു പോകരുത്. കാരണം ഇതൊക്കെയും നമുക്ക് അടുത്ത് വരുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ഇതൊക്കെ എന്ത് ചെയ്യാനുണ്ട്? നോക്കാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കമ്പാരിറ്റീവ് സ്റ്റഡി ഒന്നും മറക്കരുത്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനകത്ത് എന്താ പറയുന്നത്? നിയമങ്ങളും ഗൈഡ് ലൈനുകളും. എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ജനറൽ ഗൈഡ് ലൈനുകൾ പ്രിൻസിപ്പിൾ തരുന്നു. എന്താ കൺസെപ്റ്റിനകത്ത് പറയുന്നത്? കുറേ അനുമാനങ്ങൾ. നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കണം. ഈ രീതിക്കൊക്കെ നമുക്ക് മനസ്സിലാക്കിയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കണക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. മൂന്നാമത് എന്താ? അക്കൗണ്ടിങ് കൺവെൻഷൻ.
ട്രഡീഷണലായിട്ട് നമുക്ക് കൊണ്ടുപോകുന്ന രീതികളില്ലേ, കസ്റ്റംസ്, നമ്മുടെ യൂസേജസ്, ട്രഡീഷൻസ് പണ്ട് തൊട്ടേ കൊണ്ടുവരുന്ന രീതികൾ. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നേരത്തെ ഞാൻ പറഞ്ഞു, കണക്കുകൾ ചെയ്യുന്ന സമയത്ത് ഒരു യൂണിഫോമിറ്റി വേണം. അതിനു വേണ്ടിയാണ് നമ്മൾ മൊത്തത്തിൽ തന്നെ ഈ പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത്. ആ യൂണിഫോമിറ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പൊതുവായ നയങ്ങളെയോ ഗൈഡ് ലൈനുകളെയോ, പൊതുവായി ഫോളോ ചെയ്യേണ്ട ഇങ്ങനെയൊക്കെയാണെന്ന് കൊണ്ടുവരുന്ന പൊതുവായ നയങ്ങളെയോ ഗൈഡ് ലൈനുകളെയോ, എന്തിനാണ് ഇതാ കൊണ്ടുവന്നത്? പൊതുവായ നയങ്ങളും ഗൈഡ് ലൈനുകളും എന്തിനു വേണ്ടി കൊണ്ടുവന്നു? ടു ഹാവ് ആൻ യൂണിഫോമിറ്റി, ഒരു ഏകീകൃതമായ വ്യവസ്ഥിതി കൊണ്ടുവരുന്നതിന് വേണ്ടി, എല്ലാത്തിലും ഒരു തുല്യത കൊണ്ടുവരുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒന്നാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഇതൊക്കെ എഴുതി വെച്ചാൽ മതിയോ? ഇതിനെല്ലാം കൊണ്ട് യാഥാർത്ഥ്യത്തിലോട്ട് കൊണ്ടുവരണ്ടേ നമുക്ക്? ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് അക്കൗണ്ടിങ് പോളിസീസ്, അപ്ലൈയിങ് ദി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഇൻ ടു പ്രാക്ടീസ്. എഴുതി വെച്ചാൽ പോരാ, അതിനെന്ത് ചെയ്യണം? യാഥാർത്ഥ്യത്തിലോട്ട് കൊണ്ടുവരണം. അതിനെ വിളിക്കുന്നവർ അപ്ലൈയിങ് ദി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഇൻ ടു പ്രാക്ടീസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഓരോന്നിനും ഓരോ അർത്ഥങ്ങളുണ്ട്. വളരെ പെട്ടെന്ന് ചോദിക്കണം, അക്കൗണ്ടിങ് കൺവെൻഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മെത്തേഡ്സ് ഓർ കസ്റ്റംസ് ഓർ ട്രഡീഷൻസ്. ഉത്തരം പറയാനായിട്ട് നമുക്ക് പറ്റണം. അക്കൗണ്ടിങ് കൺസെപ്റ്റ്, അസംഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കണ്ടീഷൻസ്. പ്രിൻസിപ്പിൾസ് എന്താ? റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഓർമ്മയുണ്ടായിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പലരും നിസ്സാരമെന്ന് വൽക്കരിക്കുന്ന, നമ്മൾ ഈ ഒരു ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും, ഭൂരിഭാഗം പേരും ചിലപ്പോൾ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, കൊമേഴ്സ് പഠിച്ചവരായിരിക്കും. അവരെ സംബന്ധിച്ച് ഇത് അവർ ഒരുപാട് നാൾ അവരുടെ എന്തു പറയാനായിട്ട് +1 പഠനം തൊട്ട് കേട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. പുതുതായിട്ട് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ +1 നമ്മൾ ശ്രദ്ധിക്കാത്ത കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ +1 തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന 2ാമത്തെ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ജനറൽ ഔട്ട്ലൈൻ പഠിച്ചതല്ലാതെ നമ്മൾ ഇത്രയും ആഴത്തിൽ ഇറങ്ങി പഠിച്ചില്ല. കാര്യം അന്നത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് നല്ല മാർക്ക് വാങ്ങിച്ച് അടുത്ത തലത്തിൽ പോയാൽ മതി എന്നുള്ളതാണ്. ഒരു മാർക്ക് വാങ്ങിച്ച് അടുത്ത തലത്തിൽ കൃത്യമായിട്ട് ജയിക്കാം. മത്സര പരീക്ഷകളുടെ കാര്യം അതല്ല. സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു മാർക്ക് നിങ്ങൾക്ക് വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ 200-ഉം 300-ഉം റാങ്കുകൾ പുറകിലോട്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ തരുന്ന ക്ലാസ്സുകളും തരുന്ന നോട്ടുകളിലും ഒരു ഭാഗം പോലും മിസ്സാക്കാതെ പഠിക്കുക. നമ്മളെ പറ്റിച്ചുകൊണ്ടോ നമ്മളെ വെട്ടിച്ചുകൊണ്ടോ ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ ഗവൺമെന്റിന് പോലും ഇടാൻ കിട്ടുക. അത്തരത്തിൽ ആഴത്തിലായിരിക്കണം. അത്തരത്തിൽ ആഴത്തിലാണ് ഞങ്ങളിവിടെ ഇതിനകത്ത് അധ്യാപകർ എന്ത് തയ്യാറാക്കുന്നത്, ഇതുപോലെ നോട്ടുകൾ തയ്യാറാക്കി തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ആഴത്തിൽ തന്നെ ഒരു പോയിന്റ് പോലും ഇതൊക്കെ പഠിക്കണോ എന്നുള്ള ചിന്തയല്ല, ഇത് പഠിക്കണം എന്ന ചിന്തയോടുകൂടി പഠിക്കാനായിട്ടിരിക്കുക. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ഭാഗത്തിലോട്ട് പോവാം. 5 പോയിന്റ് മറന്നു പോകരുത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സ്റ്റാൻഡേർഡുകൾ എന്ന് പറയുന്നത് എന്താ? സ്റ്റാൻഡേർഡുകൾ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? നേരത്തെ പറഞ്ഞില്ല, സ്റ്റാൻഡേർഡ് എന്തിനു വേണ്ടിയാണ് സ്റ്റാൻഡേർഡുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? ഈ എഴുതി വെച്ചിട്ടുള്ള നിയമങ്ങളെ നമുക്ക് എന്ത് ചെയ്യണം? റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരണ്ടേ? ആ റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിനെ സഹായിക്കുന്ന പൊതുവായ പോളിസികളെയോ ഗൈഡ് ലൈനുകളെയോ സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കാം. അപ്പോൾ അതാണ് ഈ പറഞ്ഞ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന്. പക്ഷേ ഇവിടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നല്ല. അപ്പോൾ ഈ സ്റ്റാൻഡേർഡുകൾ എന്ന് പറഞ്ഞാൽ കുറേ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണല്ലേ. അപ്പോൾ ഇത് തയ്യാറാക്കണം എന്നുള്ളതാണ് ഒരു ജോലി എന്ന് പറയുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് നമ്മുടെ പഠന മേഖലയുമായി ബന്ധപ്പെട്ട് കൊമേഴ്സിനെ സംബന്ധിച്ച് സയൻസിൻ്റെ പീക്ക് മേഖല ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് കൂടെ ഉത്തരം കൊടുക്കാം. നമ്മൾ ഡോക്ടർ, എഞ്ചിനീയർ, അതൊക്കെയാണ് സയൻസിൻ്റെ പീക്കായിട്ട് നമ്മൾ കൊച്ചുനാൾ തൊട്ടേ പഠിച്ചു വരുന്നത്. കൊമേഴ്സിൻ്റെ പീക്ക് ഏതെന്ന് ചോദിച്ചാൽ, അതായത് കൊമേഴ്സിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്ന ഒരു തസ്തിക അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്ന യോഗ്യത, അല്ലെങ്കിൽ അതാണ് പ്രൊഫഷൻ, പീക്ക് പ്രൊഫഷൻ ഓഫ് കൊമേഴ്സ്. ഒരു പ്രൊഫഷനല്ല, ഒത്തിരി പ്രൊഫഷനുകളുണ്ട്. വൺ ഓഫ് ദ പ്രൊഫഷനാണ് എന്ത് സി. പക്ഷേ ഈ പറഞ്ഞ പോലെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് ഏറ്റവും ഉയർന്ന പൊസിഷനായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അവരാണ് ഇന്ത്യക്കകത്ത് ഈ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന മേഖലയാണ് ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെ അസോസിയേഷൻ. അവരുടെ അസോസിയേഷൻ വിളിക്കുന്ന പേരാണ് ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. മറക്കരുത്. അപ്പോൾ ഇവരാണ് ഇതിന് വേണ്ട ഗൈഡ് ലൈനുകൾ എന്ത് ചെയ്യുന്നത്, തയ്യാറാക്കുന്നത്. ഈ നിയമങ്ങളുടെ കാര്യം അല്ലെങ്കിൽ പോളിസികളുടെ ആയിരുന്നാലും റൂളുകളുടെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നല്ല ശരിക്കും പറയാൻ പറ്റുന്നത്, ഇത് ഫ്ലെക്സിബിൾ നേച്ചറിലുള്ളതാണ്. കാലാനുസൃതമായ സൊസൈറ്റി സംബന്ധമായ, സാമൂഹികപരമായ, സാമ്പത്തികപരമായ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ രാഷ്ട്രീയപരം വരുന്നില്ലെങ്കിൽ പോലും സാമ്പത്തികപരമായും അല്ലെങ്കിൽ സാമൂഹികപരമായും ഉണ്ടാകുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, കണക്കിനകത്തോട്ട് കൊണ്ടുവരേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് കണക്കിനകത്ത് എന്തു വരുത്തണം? മാറ്റം വരുത്തണം. അപ്പോൾ ഈ മാറ്റം, അപ്പോൾ നമുക്കൊരിക്കലും ഇത് ഫിക്സഡ് എന്ന് പറയാൻ പറ്റില്ല. ഇതിനകത്ത് എന്ത് വരുത്തും? കാലാനുസൃതമായ എന്തു വരുത്തുന്നു? മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്.
കാരണം പണ്ട് ഈ പറഞ്ഞ കണക്ക് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ആര് കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചാൽ പലരും ഉത്തരം പറയും ലുക്ക പാസിയോളി എന്ന് പറയുന്ന ആരാണ്, നമ്മുടെ ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ ആണെന്ന് പറയും. അദ്ദേഹം ഒരിക്കലും കണ്ടുപിടിച്ച വ്യക്തിയല്ല. തൻ്റെ പ്രിഡീസസേഴ്സ്, തനിക്ക് മുന്നേ ഉള്ള ആളുകൾ ആരൊക്കെയോ ആയിക്കോട്ടെ, അവരെന്തൊക്കെയോ ചെയ്തു വെച്ചു, അതിനെ ഇദ്ദേഹം ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് പഠിച്ചു, അതിനുശേഷം ഇദ്ദേഹം ഒരു നിയമം അവതരിപ്പിച്ചു, അങ്ങനെ അദ്ദേഹം എന്തായി, അക്കൗണ്ടിങ്ങിൻ്റെ പിതാവായി അല്ലേ. അപ്പോൾ അതുപോലെ നമ്മുടെ രാജ്യത്തിനകത്ത് നിയമങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതിൽ എന്ത് നിയമം, അക്കൗണ്ടിങ് സംബന്ധമായ നിയമങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് കൂടുതലും ആരാണ്, ICAIയുടെ നേതൃത്വത്തിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ICAIക്കകത്ത് അവർക്ക് നമ്മുടെ ആവശ്യം എന്താ, സ്റ്റാൻഡേർഡുകൾ വേണം അല്ലേ, ജനറൽ ഗൈഡ് ലൈനുകൾ വേണം. കണക്കുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഇന്ത്യക്കകത്ത് ജനറൽ ഗൈഡ് ലൈൻ വേണം. അപ്പോൾ അതിനുവേണ്ടി ICAI എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ബോർഡിനെ രൂപീകരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നമ്മുടെ രാജ്യത്തിന് വേണ്ട സ്റ്റാൻഡേർഡുകൾ തയ്യാറാക്കണം. അങ്ങനെ ജനിക്കുകയാണ് ആര്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് അല്ലെങ്കിൽ ASB. 21/4/1977 നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തിനു വേണ്ടി, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ രൂപീകരിക്കുന്നതിന് വേണ്ടി ആരുടെ നേതൃത്വത്തിൽ, ICAIയുടെ നേതൃത്വത്തിൽ ഒരു ബോർഡ് രൂപീകരിക്കുകയുണ്ടായി. ഡേറ്റ് 21/4/1977. 10 തവണ പറയുക, ആവർത്തിച്ച് പറയുക. ഞാൻ പറഞ്ഞു ഒരു കാര്യം പോലും മിസ് ചെയ്യരുത്. നമുക്ക് ഏതെന്ന് വേണോ ക്വസ്റ്റ്യനുകൾ ചോദിക്കാം, ഒന്നുപോലും നമുക്ക് നഷ്ടപ്പെടുത്തരുത്. വർഷം, മാസം, ദിവസം ഉറക്കെ പറയുക. 21/4/1977 എന്ത് രൂപീകരിച്ചു, നമ്മുടെ ICAI ASB അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന് പറയുന്ന ഒരു സമിതിയെ രൂപീകരിച്ചിട്ട് പറഞ്ഞു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആർ ദി ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ദി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അഡോപ്റ്റഡ് ബൈ ദി കമ്പനീസ് ഇൻ ഇന്ത്യ. ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾ അഡോപ്റ്റ് ചെയ്തു. ആൻഡ് ഇഷ്യൂഡ് അണ്ടർ ദ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ASB. ASBയുടെ നേതൃത്വത്തിലാണ് ഇത് ഉണ്ടാക്കിയത്. which was constituted in the year 1977. 1977 ഇത്തരത്തിലൊരു സമിതി രൂപീകരിച്ചു. എന്തുണ്ടാക്കാൻ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ രൂപീകരിക്കുന്നതിന് വേണ്ടി. അപ്പോൾ രൂപീകരിച്ചതിന് ശേഷം ഇതിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്താണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ നേരത്തെ നോക്കിയതാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ലാസ്റ്റ് നിർത്തിയത്. ഇവിടെ നമ്മൾ തുടങ്ങിയത് ഇവിടെ നിന്നാണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അപ്പോൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് തുടങ്ങാനായിട്ട് എന്ത് വേണം, ആരൊക്കെയാണ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ പീക്കിലിരിക്കുന്ന ICAI, അവരാരെ ഇടപാട് ചെയ്തു അല്ലെങ്കിൽ ഏർപ്പാട് ചെയ്തു, ASB എന്ന് പറയുന്ന ഒരു സമിതിയെ രൂപീകരിച്ചു, ഒരു ബോർഡിനെ രൂപീകരിച്ചു. എന്ന് 21/4/1977 ഒരു ബോർഡിനെ അപ്പോയിന്റ് ചെയ്തിട്ട് വേണ്ട നിർദ്ദേശം കൊടുത്തു. അവരെന്ത് രൂപീകരിച്ചു, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് രൂപീകരിക്കാനായിട്ട് അവർക്ക് നിർദ്ദേശം കൊടുത്തു. പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് രൂപീകരിക്കാനാണ്. നോക്കാം എന്താ പറഞ്ഞിട്ടുള്ളത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെ പറ്റി. ദീസ് ആർ കോഡിഫൈഡ് സ്റ്റേറ്റ്മെന്റ്സ്, കോഡുകളാണ് ഓരോ കോഡുകളായിട്ട്, കോഡിഫൈഡ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അക്കൗണ്ടിങ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇൻ എ കൺസിസ്റ്റന്റ് മാനർ. നമ്മുടെ ആവശ്യം എന്താ, സ്ഥിരതയാണ്. സ്ഥിരതയോടുകൂടി കണക്കുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം. സ്ഥിരതയോടുകൂടി നമുക്ക് കണക്കുകൾ ചെയ്യാനായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കണം. ആ നിയമങ്ങൾ രൂപീകരിക്കണം. കോഡിഫൈഡ് ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കണം. കോഡിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നിയമങ്ങളെ മനസ്സിലാക്കാൻ പറ്റണം. അതിനു വേണ്ടിയാണ് ആരുടെ മേൽനോട്ടത്തിൽ, ICAIയുടെ മേൽനോട്ടത്തിൽ 21/4/1977 എന്ത് ബോർഡ് രൂപീകരിച്ചത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് രൂപീകരിച്ചത്. ഫോർ ദ പർപ്പസ് ഓഫ് ഫോർമുലേറ്റ് ആൻഡ് പബ്ലിഷ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇന്ത്യക്കകത്ത്. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്ത്യക്കകത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിന്റെ പിതാവ് ആരാണ്, ICAI ആണ് പിതാവ്. അപ്പോൾ അതാണ് പറയുന്നത്, ഇൻ ഇന്ത്യ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ഇഷ്യൂഡ് ബൈ ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ICAIയുടെ അബ്രിവേഷന്റെ എക്സ്റ്റൻഷൻ ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തെന്താ പറയുന്നത്, ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇവരെ രൂപീകരിച്ചു, ASB എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് രൂപീകരിച്ചു. അവരങ്ങ് പണി തുടങ്ങി. 32 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അവർ ക്രിയേറ്റ് ചെയ്തു. 32 അക്കൗണ്ടിങ് കോഡുകൾ തയ്യാറായി കൊടുത്തു. എന്തിനു വേണ്ടി, ജനറൽ ഗൈഡ് ലൈനിന് വേണ്ടി. എന്ത് പർപ്പസിന്, ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് കണക്കുകൾ എഴുതുന്നതിന് വേണ്ടി കോഡിഫൈഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ നിർമ്മിച്ചു കൊടുത്തു. ആര്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. ആരുടെ നിർദ്ദേശപ്രകാരം, ICAIയുടെ നിർദ്ദേശപ്രകാരം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എത്ര സ്റ്റാൻഡേർഡുകൾ രൂപീകരിച്ചു, 32 സ്റ്റാൻഡേർഡുകൾ രൂപീകരിച്ചു. ഇന്ന് അതിനകത്ത് കുറച്ച് ഡിലീഷൻ വന്നു, പരിഷ്കരിച്ചു. ഇന്ന് 27 സ്റ്റാൻഡേർഡുകളെ ഉള്ളൂ. എന്നാൽ നമുക്ക് 27 സ്റ്റാൻഡേർഡും പ്രധാനമാണോ? അല്ല. നമ്മളിതൊക്കെ എല്ലാം വലിച്ചുവാരി പഠിക്കണം. നമുക്ക് പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനം, ഒരുപാട് നാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ആ മേഖലയിൽ നമുക്ക് ആഴത്തിൽ പഠിക്കണം. എല്ലാം നമുക്ക് പഠിക്കേണ്ട, പക്ഷേ
നമുക്ക് വേണ്ട കാര്യങ്ങളെ വേണ്ട രീതിക്ക് കൃത്യമായ അളവിലും ആഴത്തിലും നമുക്ക് എന്ത് ചെയ്യണം? പഠിക്കണം. ഏതാണ് വർഷം? ഏതിൻ്റെ? ASB രൂപീകരിച്ച വർഷം ഒരിക്കൽ കൂടി പറയാൻ പറ്റുമോ? 21/4/1977. ഓർത്തെടുക്കുക, ഓർമ്മിച്ചെടുക്കുക, ആവർത്തിച്ച് പറയുക, പഠിച്ചുകൊണ്ടേയിരിക്കുക, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ICAയുടെ ഫുൾ ഫോം ചോദിച്ചാൽ ഉടൻ പറയണം. എന്താണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്ത് പർപ്പസിന് വേണ്ടിയാണ്? കോഡിഫൈഡ് ആയിട്ടുള്ള റൂൾസുകൾ അല്ലെങ്കിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് രൂപീകരിച്ചത്. ആരുടെ നേതൃത്വത്തിൽ? ICAയുടെ നേതൃത്വത്തിൽ. ഏത് ബോർഡ് രൂപീകരിച്ചു? ASB എന്ന് പറയുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് രൂപീകരിച്ചു. 32 സ്റ്റാൻഡേർഡുകൾ കൊണ്ടുവന്നു, പരിഷ്കരിച്ചിപ്പോൾ 27 സ്റ്റാൻഡേർഡുകളെ ഉള്ളൂ. നമുക്കടുത്ത് 77-ലാണ് ASB രൂപീകരിക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ അച്ഛൻ ജനിക്കണ്ടേ, എങ്കിലല്ലേ ASB എന്ന് പറയുന്ന ഒരു ബോർഡിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ASB ഉണ്ടാക്കിയെടുത്ത ആരാണ്? ICAയുടെ നേതൃത്വത്തിലാണ് വന്നത്. അപ്പോൾ ICA എന്ന് വന്നു. ICA വന്നത് 1949 ജൂലൈ മാസം 1-ാം തീയതിയാണ് നമുക്ക് എന്ത് വന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. ഓക്കെ, അടുത്തത് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കോഡിഫൈഡ് ആയിട്ടുള്ളത്. കോഡുകൾ വന്നു തുടങ്ങി. INDAS അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കോഡുകൾ വരുന്നുണ്ട്. ഇനി AS1, AS2, AS3, AS4 അങ്ങനെ 32 എണ്ണം. ഇന്ന് എല്ലാം കൂടി എത്ര എണ്ണേ ഉള്ളൂ? 27 എണ്ണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ എ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് നോട്ടിഫൈഡ് അണ്ടർ സെക്ഷൻ 133 ഓഫ് ദി ഇന്ത്യൻ കമ്പനീസ് ആക്ട്. വളരെ പ്രധാനം. ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 2013 ഇന്ത്യൻ കമ്പനീസ് ആക്ടിൽ മാറ്റങ്ങൾ വന്നു, വരുത്തങ്ങൾ വന്നു, അമെൻമെൻറ്റുകൾ വന്നു. ആ മാറ്റങ്ങൾ വന്നതുകൊണ്ടാണ് 1956 നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ഇന്ത്യൻ കമ്പനീസ് ആക്ട് ഇന്ന് എന്തെന്ന് പറയുന്നത്? 2013 ഇന്ത്യൻ കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അടുത്തത് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ഇഷ്യൂഡ് നോട്ടിഫിക്കേഷൻ റിഗാർഡിംഗ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് സോ ഫാർ ആൻഡ് ഹാസ് ഓൾസോ ക്ലാരിഫൈഡ് ദാറ്റ്. പോയിന്റാണ്, പ്രധാനപ്പെട്ട പോയിന്റ്. അൺലിസ്റ്റഡ് കമ്പനീസ് വിത്ത് നെറ്റ് വർത്ത് ഓഫ് അണ്ടർ 500 crore ആൻഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് വിത്ത് നെറ്റ് വർത്ത് ഓഫ് അണ്ടർ ₹200 crore വോണ്ട് ബി റിക്വയർഡ് ടു അഡോപ്റ്റ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. പറഞ്ഞത് ഇത്രയുമാണ്. ഇന്ത്യക്കകത്ത് ലിസ്റ്റ് ചെയ്യാതെ കിടക്കുന്ന, ഇന്ത്യക്കകത്ത് അൺലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികൾ, എന്താ ലിസ്റ്റ് ചെയ്യുക, അൺലിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്? കമ്പനികൾ ഷെയറുകൾ വിൽക്കുന്ന സമയത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കമ്പനികളുടെ പേര് ചേർക്കുന്ന പ്രവൃത്തിയെ വിളിക്കുന്ന പേരാണ് എന്ത്? ലിസ്റ്റിംഗ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. എന്താ പറഞ്ഞത്? കമ്പനികളെ സംബന്ധിച്ച് കമ്പനികൾക്ക് പൈസയുടെ ആവശ്യം വരുമ്പോൾ കമ്പനികൾ എന്ത് ചെയ്യും? അവരുടെ അവകാശങ്ങളെ, ഷെയറുകളെ പുറത്ത് മാർക്കറ്റ് വിൽക്കും. ഈ മാർക്കറ്റിൽ വിൽക്കുന്ന സമയത്ത് ചുമ്മാതെ വിൽക്കാൻ പറ്റില്ല. ഒരു ഇടനിലക്കാരൻ വഴിയെ വിൽക്കാനായിട്ട് വരും. ആ ഇടനിലക്കാരനാണ് ആര്? സ്റ്റോക്ക് എക്സ്ചേഞ്ച്. കമ്പനികളുടെ ഇടനിലക്കാരനെ പ്രവർത്തിക്കുന്നു സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴിയേ എന്ത് ചെയ്യാൻ പറ്റും? വിൽക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനകത്ത് ഈ കമ്പനികളുടെ പേരുകൾ ഉൾക്കൊള്ളിക്കുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? ലിസ്റ്റിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ലിസ്റ്റിംഗ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതാണ് അതിൻ്റെ അർത്ഥം. പ്രധാനമായും ലിസ്റ്റിങ്ങിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്തിട്ടില്ല? ലിസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൂടാതെ അവരുടെ ആസ്തി എത്ര രൂപയ്ക്ക് താഴെ? 500 കോടിക്ക് താഴെ. അവരുടെ ആസ്തി അല്ലെങ്കിൽ ക്യാപിറ്റൽ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 500 കോടിക്ക് താഴെയും അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് വിത്ത് നെറ്റ് വർത്ത് അണ്ടർ ₹200 crore വോണ്ട് ബി റിക്വയർഡ്. അവരനുസരിക്കണ്ട. ആരെ അനുസരിക്കണ്ട? ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെ അവരനുസരിക്കണ്ട. ഈ 2 കാറ്റഗറിയിലും ഉള്ളവർ. പോയിന്റ് അല്ലേ? പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാമെന്നുള്ള പോയിന്റ് അല്ലേ? താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെ അനുസരിക്കേണ്ടാത്തവർ? അവരനുസരിക്കേണ്ട. വോണ്ട് ബി റിക്വയർഡ് ടു അഡോപ്റ്റ് ഇന്ത്യൻ AS. അവരെന്ത് ചെയ്യേണ്ട? ഇന്ത്യൻ AS എന്ത് ചെയ്യേണ്ട? അഡോപ്റ്റ് ചെയ്യണം എന്നില്ല. അവർക്ക് വേണ്ട. എത്ര കോടിക്ക് താഴെ? കമ്പനികളാണെങ്കിൽ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികൾ 500 കോടിക്ക് താഴെ. അതുപോലെ തന്നെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ നെറ്റ് വർത്ത് എത്രയ്ക്ക് താഴെ? 200 കോടിക്ക് താഴെ. ഓക്കെ, അടുത്ത IFRS മനസ്സിലാക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മളിപ്പോൾ ഇനി അങ്ങോട്ട് രാജ്യം വിട്ടു പോവുകയാണ്. നമ്മൾ ഇന്ത്യ വരെ എത്തിയല്ലേ? ഇന്ത്യ വരെ എത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമുക്ക് രാജ്യം വിട്ടു പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ രാജ്യം വിട്ടു പോകുന്നത് കൊണ്ട്, രാജ്യം വിടുമ്പോൾ നമ്മളതിനെ വിളിക്കുന്ന പേര് എന്ത്? ഇൻ്റർനാഷണൽ അല്ലേ? അപ്പോൾ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അതായത് നമ്മുടെ രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ആ സ്ഥാപനങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് മാത്രമാണ് പ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല.
നമ്മുടെ രാജ്യം വിട്ട് മറ്റു പല രാജ്യങ്ങളിലും അവർക്ക് എന്തുണ്ടായിരിക്കും? ബ്രാഞ്ചുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് അമേരിക്കയെ കൊണ്ടുപോയി ഒരു ബ്രാഞ്ച് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാൻ അവിടെ അംഗീകരിക്കുമോ? ഇല്ല. അപ്പോൾ പൊതുവായി അംഗീകരിക്കുന്ന, ലോകത്ത് പൊതുവായി എല്ലാ രാജ്യങ്ങളിലും അംഗീകരിക്കപ്പെടാൻ തരത്തിൽ 1970-കളിൽ 73 കാലഘട്ടങ്ങളിലാണ് നമുക്ക് ഇതുപോലൊരു റിപ്പോർട്ടിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ ഈ പറഞ്ഞ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു നിയമം വേണമെന്നും അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ ചേർന്ന് കുറേ യൂണിഫൈഡ് ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു. ആ നിയമങ്ങളിൽ ഈ പറഞ്ഞ കണക്ക് ഞാൻ നേരത്തെ സ്റ്റാൻഡേർഡുകളുടെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആ നിയമങ്ങൾക്കകത്ത് ഈ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യണം? ചർച്ചയിലെടുക്കണം. കുറച്ച് കാര്യങ്ങളും കൂടി അതെടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇതിനകത്ത് വരുന്ന കുറച്ച് കണ്ടന്റുകളുണ്ട്. ആ കണ്ടന്റുകൾ നമുക്ക് വൃത്തിയായിട്ടും കൃത്യമായിട്ടും എന്ത് ചെയ്യണം? അതിനകത്തുള്ള ടേമുകൾ നമുക്ക് പരിചയപ്പെട്ട് പോകണം. അത് പഠിച്ച് മനസ്സിലാക്കി തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് അതിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഒന്ന് പറഞ്ഞിട്ടുള്ളത് ഫിക്സ്ഡ് ബൈ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്. ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡല്ല, ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് 1977 ഏപ്രിൽ മാസം 21-ാം തീയതിയാണ് ഇത്തരത്തിലൊരു മൊത്തത്തിൽ രാജ്യങ്ങൾക്ക്, നമ്മുടെ ലോകത്തിലുള്ള പല രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ രാജ്യങ്ങൾക്ക് വേണ്ടി മൊത്തത്തിൽ കൊണ്ടുവന്ന ഒരു നിയമം കൊണ്ടുവരുന്നു. അക്കൗണ്ടിങ് ചെയ്യുന്നതിന് വേണ്ടി പൊതുവായ ഗൈഡ് ലൈനുകൾ കൊണ്ടുവന്നാണ് IFRS എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമത്തെ പോയിന്റ് അല്ല, പോയിന്റുകളായിട്ടാണ് ഇനിയുള്ളത്. ആ പോയിന്റുകൾക്കകത്ത് എന്താണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ അല്ല, നമ്മുടേതാണുള്ളത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളാണുള്ളത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്മുടെ ഫോളോ ചെയ്യുന്ന പ്രധാനപ്പെട്ട അക്കൗണ്ടിങ്, ഞാൻ പറഞ്ഞ 32ഓളം സ്റ്റാൻഡേർഡുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ആ 32 സ്റ്റാൻഡേർഡുകൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതും പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതലും ചോദിക്കുന്നതുമായ കുറേ സ്റ്റാൻഡേർഡുകളുണ്ട്. ആ ഓരോ സ്റ്റാൻഡേർഡുകളും എന്തെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം നമുക്ക് പഠിച്ചു പോയാൽ മതി. ഇതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ്റെ ആവശ്യങ്ങൾ നമുക്ക് വരുന്നില്ല. ഇതെന്തൊക്കെയാണ് നമുക്കൊന്ന് മനസ്സിലാക്കി പോയാൽ മതി. ഒന്നാമത്തെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്, അതുപോലെ തന്നെ രണ്ടാമത് വരുന്ന വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററീസ്, സ്റ്റോക്കിൻ്റെ വാല്യുവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രണ്ടാമത്തെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനകത്ത് വരുന്നത്. മൂന്നാമത്തതിനകത്ത് വരുന്നത് ക്യാഷ് ഫ്ലോ സിസ്റ്റത്തെ പറ്റിയാണ്. മൂന്നാമത്തതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഓരോ സ്റ്റാൻഡേർഡിനകത്തും എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. കാരണം ഇതിനകത്ത് ചോദിച്ചിട്ട് പറയും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് തേർഡ് റിലേറ്റ് ടു വാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സിസ്റ്റം. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റതൊക്കെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതല്ല എന്നല്ല, പരീക്ഷയ്ക്ക് പല തവണകളായിട്ട് ചോദിച്ചിട്ടുള്ളത് ഈ AS1 AS2. അപ്പോൾ അത്തരത്തിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ നമുക്ക് തന്നിട്ട് അതെന്തുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ അത് എന്തുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നമുക്ക് ഓപ്ഷനകത്ത് ഉണ്ടായിരിക്കും. ഇനി 4 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാലാമത്തത് ഇവന്റ് ഒക്കറിങ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിയതിന് ശേഷം നടക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ഏതിനകത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 4-നകത്താണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ 5-നകത്ത് എന്താണ് പറയുന്നത്? നെറ്റ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് ലോസ് ഫോർ ദ പീരീഡ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിംഗ് പോളിസി. നിയമങ്ങൾ മാറുന്നു, അതിനനുസരിച്ച് ഈ പറഞ്ഞ പ്രോഫിറ്റിൻ്റെയും ലോസിൻ്റെയും കാര്യം പ്രതിപാദിക്കുന്നതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 5-നകത്ത് പറയുന്നത്. അതുപോലെ തന്നെ 6-മത്തതിനകത്ത് പറയുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിംഗ്. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചത്, ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചത് പ്രധാനപ്പെട്ട ഈ 6 എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് 2-മത്തത്, 3-മത്തത്, 6-മത്തത്. 1-മത്തെ എല്ലാവരും പഠിച്ചു വെച്ചിരിക്കും, ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിംഗ് പോളിസി എല്ലാവരും പഠിച്ചു വെച്ചിരിക്കും. 2-മത് ചോദിച്ചു കഴിഞ്ഞാൽ വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററീസ്, 3-മത്തത് ക്യാഷ് ഫ്ലോ സിസ്റ്റം. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാം കാണാതെ പഠിക്കുന്നെങ്കിലും പ്രീവിയസ് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വ്യക്തമായ ധാരണ കിട്ടും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഏതാണ്, അതിന് കൂടുതലും പ്രാധാന്യം കൊടുക്കുക. എന്നിട്ട് നമ്മൾ പറയുന്ന ഇതിനകത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലാതെ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യനകത്ത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കൊടുക്കും. അതുകൂടി പ്രോപ്പറായിട്ട് പഠിക്കുക. നമ്മൾ കൃത്യമായിട്ടൊരു വായന, ഇതിന് വളരെ ആഴത്തിലുള്ളൊരു വായന വേണം. എല്ലാം കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞാൽ കാണാതെ എല്ലാം പഠിക്കുക. 32 ഏകദേശം 25ഓളം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് നമ്മൾ ഇതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം ഒരേ രീതിയിൽ കാണാതെ പഠിക്കാൻ ആവശ്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ ഡിപ്രീസിയേഷൻ എത്തിയപ്പോൾ നിർത്തിയത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ്ങിനെ പറ്റി. ഏത് സെക്ഷനകത്ത് വരുന്നു? സെക്ഷൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, സെക്ഷൻ അല്ല, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 6-നകത്താണ് വരുന്നത്. അപ്പോൾ അടുത്തത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 7-നകത്ത് നോക്കാം. കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റുകളെ പറ്റിയാണ് പറയുന്നത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 8-നകത്ത് വരുന്നത് വിഡ്രോൺ ആഡഡ് ടു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 26 നിന്ന് പിൻവലിക്കപ്പെട്ട കാര്യങ്ങൾ. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 8 വിഡ്രോൺ ആഡഡ് ടു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 26. അതുപോലെ തന്നെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 9-നകത്ത് പറയുന്നത് റവന്യൂ റെക്കഗ്നിഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് റവന്യൂ റെക്കഗ്നിഷൻ കൺസെപ്റ്റ് പ്രധാനപ്പെട്ടതാണ്, നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10
ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഈ 6ഉം 10ഉം തമ്മിൽ ഒരു ബന്ധമുണ്ട്. 6 എന്ന് പറഞ്ഞാൽ എന്താ? 6 എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നത് എന്തിനാണ്? 10ലാണ് ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നത്. 10നാണ് ഡിപ്രീസിയേഷൻ. എന്താ 10? ഫിക്സഡ് അസറ്റ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പഠിച്ചു പോകാം. നമുക്ക് പ്രധാനപ്പെട്ടത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത് ചോദിച്ചാൽ ഉടൻ പറയണം എന്താ? ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസി. 2 എന്താണ്? വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററീസ്. 6 എന്താണ്? ഡിപ്രീസിയേഷൻ. 10 എന്താണ്? ഫിക്സഡ് അസറ്റ്. ഒരു 4-5 നമുക്ക് ഇപ്പോൾ തന്നെ പഠിക്കാൻ പറ്റിയില്ലേ? അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ കണക്ക് കുറേ കാര്യങ്ങൾ ആ രീതിക്ക് വായനയിലൂടെ നമുക്ക് നേടിയെടുത്ത് പോകാം. നമ്മൾ സെക്ഷൻ പഠിക്കുന്നത് പോലെയാണ്. ഇന്ത്യൻ പീനൽ കോഡ് നമ്മൾ ലോയൊക്കെ പഠിക്കുന്ന ഒരു സെക്ഷനുകൾ വിളിച്ച് പറയാറില്ല. അപ്പോൾ അതുപോലെ സെക്ഷൻ പഠിക്കുന്ന പോലെ നമ്മുടെ സെക്ഷനാണ് എന്ത്? ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. നമുക്ക് 11ാമത്തെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് നോക്കാം. ഇവൻറ്റ്സ് ഓഫ് ചേഞ്ചസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്. വിദേശ നാണയവുമായി ബന്ധപ്പെട്ട അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 11-നകത്ത് പറയുന്നത്. 12-നകത്ത് എടുത്തു കഴിഞ്ഞാൽ 12-നകത്ത് പറയുന്നത് എന്താ? അക്കൗണ്ടിങ് ഫോർ ഗവൺമെൻറ് ഗ്രാൻഡ്. സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻറ്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന അക്കൗണ്ടിങ് സെക്ഷനാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12 എന്ന പേര്. 13-നകത്ത് എന്താ പറയുന്നത്? 13-നകത്ത് പറയുന്ന അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്, നിക്ഷേപങ്ങളെ പറ്റി അല്ലെങ്കിൽ നിക്ഷേപങ്ങളുടെ അക്കൗണ്ടിങ്ങിനെ പറ്റിയാണ് ഏതിനകത്ത് പറയുന്നത്? പ്രധാനമായിട്ടും നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 13-നകത്ത് പറയുന്നത്. 13 ഒരിക്കൽ കൂടി ഒന്നാമത് എന്തായിരുന്നു? ഒന്നാമത്തത് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസി എന്നായിരുന്നു ഒന്നാമത്തത്. 2ാമത്തത് വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററീസ്. 3ാമത്തത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. 4ാമത്തത് ഇവന്റ് ഒക്കറിങ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. 5ാമത്തെ നെറ്റ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് ലോസ്. 6ാമത്തത് മറക്കരുത് മക്കളെ, ഏതാണ് 6ാമത്തത്? ഡിപ്രീസിയേഷൻ. 6 സംഭവിക്കുന്ന ഡിപ്രീസിയേഷൻ എന്തിനു സംഭവിക്കുന്നു? ഫിക്സഡ് അസറ്റിന്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ എത്ര? 10. 6 നേരെ 10 നമ്മൾ വന്നു. പിന്നെ 7 പോവുകയാണ്. കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്. 8 വിഡ്രോവൺ ആഡഡ് ടു സെക്ഷൻ 26. അതുപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 9-നകത്ത് പറയുന്നു റവന്യൂ റെക്കഗ്നേഷൻ പ്രധാനപ്പെട്ടത്. 9 റവന്യൂ റെക്കഗ്നേഷൻ. 10 ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ടത്. 9 റവന്യൂ റെക്കഗ്നേഷൻ. 6 ഡിപ്രീസിയേഷൻ. 1 ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസി. 2 വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററീസ്. 3 ക്യാഷ് ഫ്ലോ സിസ്റ്റം. 10 പഠിക്കുന്ന സമയത്ത് നമുക്ക് 6 പറയുന്ന സമയത്ത് നമുക്ക് 6 പഠിച്ചാൽ മതി കുട്ടികളെ. 6 നമുക്ക് മനസ്സിലാക്കിയാൽ മതിയുടെ. അപ്പോൾ നിങ്ങൾ 6 എന്ത് ചെയ്യുക? നമ്മുടെ ക്ലാസ്സിനോടൊപ്പം പഠിച്ചു പോവുക. നിങ്ങൾ ഒറ്റയടിക്കാൻ ചോദിക്കണം 13 എന്താണ്? 13 നിക്ഷേപങ്ങളെ പറ്റി നമ്മൾ ഇന്ന് ഇപ്പോൾ പഠിച്ചതിൽ 13 ഏറ്റവും ലാസ്റ്റിലത്തെ നിക്ഷേപങ്ങളെ പറ്റിയാണ് നമ്മളവിടെ പഠിക്കുന്നത്. ഈ പറഞ്ഞത് കണക്ക് 13 പഠിക്കുന്നത്. ഒരേ കൂടി 1 ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസി. 6 ഡിപ്രീസിയേഷൻ. 10 വേഗം പറയുക. 10 ഫിക്സഡ് അസറ്റുകളെ പറ്റി പറയുന്നത്. 9 റവന്യൂ റെക്കഗ്നേഷൻ പറ്റി പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക? ആവർത്തിച്ച് പഠിച്ചു പോവുക. ഓക്കെ. അടുത്ത നമുക്ക് 14 അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷൻ. അമാൽഗമേഷനൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ വലിയ കുറച്ചുകൂടെ നല്ല സ്റ്റാൻഡേർഡ് മീൻസ് കുറച്ചുകൂടെ ആഴങ്ങളിലോട്ട് നമ്മൾ പഠിക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഈ അമാൽഗമേഷൻ എന്ന് പറയുന്നത്. 2 അതിലധികമോ കമ്പനികൾ ഒരുമിച്ച് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നതിനാണ് അമാൽഗമേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കണക്കുകളുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാൻഡേർഡാണ് 14-നകത്ത് പറയുന്നത്. ഇനി അടുത്ത് 15-നകത്ത് എന്താണ്? 15-നകത്ത് പറയപ്പെടുന്നത് എംപ്ലോയി ബെനിഫിറ്റ്സ്, തൊഴിലാളികൾക്കുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് 15 പറയുന്നു. 16-നകത്ത് എന്താ പറയുന്നത്? ബോറോയിങ് കോസ്റ്റ്, നേടിയെടുക്കാനുള്ള ചിലവ് എന്താണ്? പണം നേടിയെടുക്കാനുള്ള ചിലവിനെ പറ്റിയാണ് 16-ൽ പറയുന്നത്. 19-നകത്ത് 17 നമുക്ക് ആവശ്യമുള്ള, ഞാൻ പറഞ്ഞു നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. 19 ലീസ്. ഉടൻ തന്നെ ഞാൻ പെട്ടെന്ന് ചോദിക്കണം 6 ഡിപ്രീസിയേഷൻ. 9 ഓർമ്മ വേണം, റവന്യൂ റെക്കഗ്നിഷൻ. അപ്പോൾ അതുപോലെ ഓരോ കാര്യങ്ങളും പഠിക്കുന്നതിനോടൊപ്പം പിന്നിലുള്ള കാര്യങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അപ്പോൾ 19-ൽ പറയുന്ന ലീസിനെ പറ്റി, അതുപോലെ തന്നെ 20-ാമത്തെ പറ്റി പഠിക്കുന്നത് ഏർണിംഗ് പെർ ഷെയർ, EPS വളരെ പ്രധാനപ്പെട്ട മേഖലയാണ്. അക്കൗണ്ടിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിലൊന്നാണ് EPS എന്ന് പറയുന്നത്. പഠിക്കാനായിട്ടുണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലൊക്കെ നമുക്ക് പഠിക്കാനുള്ള മേഖലയാണ് ഏർണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത്. അത് 20-ൽ. ഇപ്പോൾ 21-ൽ എന്താ പറയുന്നത്? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഒരുമിച്ച് നമ്മൾ തയ്യാറാക്കുന്ന കൺസോളിഡേറ്റ് ഇതെല്ലാം കൂടെ ഒരുമിച്ചൊരു തയ്യാറാക്കലുണ്ട്. അതിനെ വിളിക്കുന്നവരെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതുപോലെ തന്നെ 22-നകത്ത് പറയുന്ന അക്കൗണ്ടിങ് ഇൻകം ടാക്സ് വളരെ പ്രധാനപ്പെട്ടത്. ടാക്സുമായി ബന്ധപ്പെട്ട കാര്യം 22മായി ബന്ധപ്പെട്ടത് അക്കൗണ്ടിങ് ഇൻകം ടാക്സ്. 22മായി ബന്ധപ്പെട്ടത്. ഇതിനകത്ത് പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞതുപോലെ അമാൽഗമേഷൻ പ്രധാനപ്പെട്ടത്, ലീസ് പ്രധാനപ്പെട്ട മേഖല, ഏർണിംഗ് പെർ ഷെയർ പ്രധാനപ്പെട്ടത്, അക്കൗണ്ടിങ് ഫോർ ഇൻകം ടാക്സ് 22 അക്കൗണ്ടിങ് ഫോർ ഇൻകം ടാക്സ് 22 അക്കൗണ്ടിങ് ഫോർ ഇൻകം ടാക്സ് 22 അക്കൗണ്ടിങ് ഇൻകം ടാക്സ് ആവർത്തിച്ച് പഠിക്കുക. 26-നകത്ത് എന്താ പറയുന്നത്? ഇൻടാഞ്ചിബിൾ അസറ്റ്. നല്ല ഒരു ടേമാണ് ഇൻടാഞ്ചിബിൾ അസറ്റിനെ പറ്റി പറയുന്നത്. 26-നകത്ത് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള അവസാന സ്റ്റാൻഡേർഡ് 29-ാമത്തത് പ്രൊവിഷൻസ് കണ്ടീജന്റ് അസറ്റ്, കണ്ടീജന്റ് ലൈബിലിറ്റി. കണ്ടീജന്റ് എന്ന് പറയുന്ന വാക്ക് നമുക്കറിയാം, ഒരിക്കലും അത് യാഥാർത്ഥ്യം അല്ലെങ്കിൽ റിയലായിട്ട് നടന്നതല്ല, ഭാവിയിൽ സംഭവിക്കാവുന്ന ഒന്നാണ്. നേട്ടമായിരുന്നാലും ബാധ്യതയായിരുന്നാലും ഭാവിയിൽ സംഭവിക്കാവുന്ന ഒന്നിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്ന വാക്കാണ് എന്ത്? കണ്ടീജന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വളരെ പ്രധാനപ്പെട്ട മേഖലയാണ്. വളരെ പ്രാധാന്യം കൊടുത്തു തന്നെ പഠിക്കുക. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ എന്ത് ചെയ്യുക? ഓരോ സ്റ്റാൻഡേർഡുകളെയും വിലയിരുത്തുവാനും പഠിക്കുവാനും നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രമിക്കാനായിട്ട് നോക്കുക. ഓക്കെ, കണ്ടോ?
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യക്കാർ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കണ്ടുപിടിച്ചിട്ട് ആ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ മാതൃകയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് എന്താ പ്രശ്നം ഉണ്ടായത്? നമുക്ക് ഇൻ്റർനാഷണലായിട്ട് നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റുകളിലൊക്കെ നമ്മൾ എൻ്റർ ആകുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ പല പ്രോഡക്റ്റുകൾ, നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ഇന്ന് ഇൻ്റർനാഷണൽ മാർക്കറ്റിനകത്ത് വളരെ രീതിക്ക് വളരെ ഭംഗിയായിട്ട് വിൽക്കപ്പെടുന്നു, വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഇന്ത്യക്കകത്ത് നിയമങ്ങളുമായിട്ട് മാത്രം ഫോളോ ചെയ്ത് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ ആവുന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് അഡോപ്റ്റ് ചെയ്ത് തുടങ്ങിയത്? വിദേശത്തെ ഒരുപാട് രാജ്യങ്ങൾ ചേർന്ന് 1970-കളിൽ ഉണ്ടാക്കി വെച്ച് ഈ പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാൻഡേർഡ് നമ്മളും എന്ത് ചെയ്യാൻ ശ്രമിച്ചതല്ല, നമ്മളും എന്ത് ചെയ്തു, അഡോപ്റ്റ് ചെയ്തു. 2001 നമ്മൾ IAS മാറ്റി ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ അതിനെന്ത് കൊടുത്തു? പ്രാധാന്യം കൊടുത്തു IFRSന്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡുകൾക്ക്, അന്താരാഷ്ട്ര നിലവാരമുള്ള അക്കൗണ്ടിങ്ങിൻ്റെ സ്റ്റാൻഡേർഡുകൾക്ക് നമ്മൾ എന്ത് കൊടുത്തു? പ്രാധാന്യം കൊടുത്തു. നമ്മുടെ റീപ്ലേസ് ചെയ്ത് അവർക്ക് നമുക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അതായത് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ലോകത്ത് ഏത് രാജ്യങ്ങളിലോട്ട് പോയിരുന്നാലും യൂണീക്ക്നെസ് എന്ത് നമുക്ക് സാധ്യമാകും. എല്ലായിടത്തും ഒരു ഏകീകൃതമായ ഒരു പ്രവർത്തനം, കണക്ക് എഴുതുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഏകീകൃതമായ പ്രവർത്തനം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് IFRS എന്ന് പറയുന്ന കാര്യം അഡോപ്റ്റ് ചെയ്ത് നമ്മളെപ്പോഴും നല്ലതെപ്പോഴും ഇന്ത്യക്കാർ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. നല്ല കാര്യങ്ങൾ എപ്പോഴും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന നല്ല ശീലമാണ്. കാരണം നമ്മുടെ രാജ്യം അന്നും ഇന്നും നമ്മൾ പഠിച്ചു തുടങ്ങി അന്ന് തൊട്ട് നമ്മൾ കേൾക്കുന്നത് നമ്മുടെ രാജ്യം ഒരു ഡെവലപ്പിംഗ് കൺട്രി എന്നാണ്. വികസിത രാജ്യം എന്ന് പൂർണ്ണമായും വികസിച്ച രാജ്യം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഡെവലപ്ഡ് കൺട്രി അല്ല, സ്റ്റിൽ അവർ നേഷൻ ഈസ് എ ഡെവലപ്പിംഗ് കൺട്രി. നമ്മുടെ രാജ്യം എന്ത് ചെയ്യുന്നു? വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വികസിക്കാൻ നമ്മുടെ കയ്യിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പാടെ അങ്ങ് സ്വീകരിക്കുകയാണ്. അപ്പം നമ്മുടെ രാജ്യം ആ രാജ്യത്തിൻ്റെ ഔദ്യോഗികമായ ബൗണ്ടറിക്കകത്ത് മാത്രം ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കണക്കുകളെല്ലാം അല്ലെങ്കിൽ അവരുടെ നിയമങ്ങൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇങ്ങ് സ്വീകരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2001 എന്ത് ചെയ്തത്? അംഗീകരിച്ചത്. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ IFRS നമ്മൾ സ്വീകരിക്കുകയുണ്ടായി. ഒരു ചോദ്യം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എത്ര എണ്ണം ഉണ്ടായിരുന്നു തുടങ്ങിയപ്പം? 32 ഉണ്ടായിരുന്നു അല്ലേ. പിന്നെ അതിനെ പരിഷ്കരിച്ച് ഒരു നമ്പറാക്കി. പിന്നെ നമ്മളിപ്പോൾ പ്രധാനമായിട്ടൊരു 10-22 എണ്ണത്തോളം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പറയാം, ഇപ്പോൾ നമ്മളിപ്പോൾ IAS അല്ല, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ല, നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിലോട്ട് അക്കൗണ്ടിങ് നിലവാരം അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഗൈഡ് ലൈനുകൾ അന്താരാഷ്ട്ര തലത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? വളർന്നു തുടങ്ങി. നമുക്ക് വളരാം. രാജ്യം വളരുന്നതിനനുസരിച്ച്, ചുറ്റുപാടുകൾ വളരുന്നതിനനുസരിച്ച് അക്കൗണ്ടിങ് നിയമങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? അതിനനുസരിച്ച് നമുക്ക് കാലം പോകുന്നത് പോലെ, അതായത് നമ്മുടെ ലോകം മാറുന്നതിനനുസരിച്ച് നമുക്ക് നിയമങ്ങളും അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ കൂടെ ഓടാം. ഒരുപാട് വേഗതയിൽ രാജ്യം ഓടും അല്ലെങ്കിൽ ലോകം ഒരുപാട് വേഗതയിൽ ഭൂമി കറങ്ങുമ്പോൾ നമുക്ക് അതിനോടൊപ്പം കറങ്ങണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിനകത്ത് വേണ്ട കണക്കെഴുതുന്ന കാര്യമായിരുന്നാൽ പോലും കണക്കുകളുടെ ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡുകളുടെ കാര്യത്തിലായാലും മാറ്റങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? ഉൾക്കൊള്ളാം. നമ്മൾ ഉൾക്കൊണ്ടു. 2001 നമ്മൾ 2 കൈ നീട്ടി സ്വീകരിച്ചു. അങ്ങനെ 17 നിയമങ്ങൾ, 17 IFRS സ്റ്റാൻഡേർഡുകൾ. അപ്പം ഒന്നാമത്തെ സ്റ്റാൻഡേർഡിനകത്ത് എന്താ പറഞ്ഞത്? ഫസ്റ്റ് ടൈം അഡോപ്ഷൻ ഓഫ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? സ്വീകരിച്ചു. ഒന്നാമത്തതിനകത്ത് അതാണ് പറയുന്നത്. രണ്ടാമത്തത് ഷെയർ ബേസ്ഡ് പേയ്മെൻറ്റുകൾ കൊടുക്കുന്നത് ഷെയറിൻ്റെ അടിസ്ഥാനത്തിലാണ്. മൂന്നാമത്തെ ബിസിനസ് കോമ്പിനേഷൻ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്. ഇങ്ങനെ 17 എണ്ണം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നാലാമത്തത് ഇൻഷുറൻസ് കോൺട്രാക്റ്റിനെ പറ്റിയാണ് 4ാമത്തെ സ്റ്റാൻഡേർഡിനകത്ത് പറയുന്നത്. 5ാമത്തതിനകത്ത് നോൺ ക്യാഷ് അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ ആൻഡ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷനെ പറ്റിയാണ് ഇതിനകത്ത് പറയുന്നത്. 5ാമത്തതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും നമുക്ക് വളരെ വിശകലനം ചെയ്ത് വളരെ വിശാലമായി ഇതൊന്നും പഠിക്കാനായിട്ടില്ല. ക്വസ്റ്റ്യനുകൾ ഒരിക്കലും വളരെ വിശാലമായിട്ട് ഇതിനകത്ത് ചോദിക്കില്ല. ഇത്രയേ ചോദിക്കുകയുള്ളൂ. ദിസ് IFRS നമ്പർ ഇട്ടിട്ട് റിലേറ്റ്സ് ടു എന്തുമായിട്ട്, അത് മാത്രമേ ചോദിക്കുകയുള്ളൂ. മറ്റൊന്നും ഇതിനുമായിട്ട് ഇതിൻ്റെ ഒരുപാട് ആഴത്തിലും പരപ്പിലും ഒരുപാട് ക്വസ്റ്റ്യനുകൾ ഒരിക്കലും ഇതിനകത്ത് ഉണ്ടാകില്ല. നമുക്കടുത്ത് 6ാമത്തത് എക്സ്പ്ലോറേഷൻ ഫോർ ആൻഡ് ഇവാലുവേഷൻ ഓഫ് മിനറൽസ് റിസോഴ്സസ്. മിനറൽ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ധാതുക്കളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന, കുഴിച്ചെടുക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അതിൻ്റെ കാര്യങ്ങളാണ് എന്ത് പറയുന്നത്? IFRS 6-നകത്ത് പറയുന്നത്. 7-നകത്ത് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. 8-നകത്ത് പറയുന്നത് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റിനെ പറ്റി. 9-നകത്ത് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിനെ പറ്റി. 10-നകത്ത് പറയുന്നത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ അവിടെയും കൺസോളിഡേറ്റ്, നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനകത്ത് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്മൾ അവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. 11ാമത്തെ ജോയിൻറ്റ് അറേഞ്ച്മെൻറ്റ്. അതുപോലെ തന്നെ 12ാമത് പറയുന്നു ഡിസ്ക്ലോഷർ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ അതർ എൻറ്റിറ്റീസ്. മറ്റുള്ള ബിസിനസ്സുകളിലോട്ടുള്ള താല്പര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? പ്രകടിപ്പിക്കുക. ഡിസ്ക്ലോഷർ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ അതർ എൻറ്റിറ്റീസ്. അതുപോലെ തന്നെ ഫെയർ വാല്യൂ മെഷർമെൻറ്റ് 13ാമത്തത്. 14ാമത്തെ റെഗുലേറ്ററി ഡെഫറൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. 15ാമത്തത് റവന്യൂ ഫ്രം കോൺട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സ്. 16ാമത്തത് ലീസ് നമ്മൾ അവിടെയും പഠിച്ചു. ഇവിടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനകത്ത് നമ്മൾ ലീസിനെ പറ്റി പഠിച്ചു. അതുപോലെ തന്നെ 17ാമത്തത് ഇൻഷുറൻസ് കോൺട്രാക്റ്റിനെ പറ്റി. അപ്പം
നമ്മൾ അവിടെ കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങൾ, അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനകത്ത് നമ്മൾ കണ്ടെത്തിയ ഒത്തിരി കാര്യങ്ങൾ ഏതിനകത്തും ഉണ്ടായിരുന്നു. IFRS ഉണ്ടായിരുന്നു. IFRS വരാനിടയായ സാഹചര്യം ഞാൻ പറഞ്ഞു. IFRS ഇന്ത്യ സ്വീകരിച്ച വർഷം 2001 നമ്മൾ പഠിച്ചു. അതിനുശേഷം IFRS കൊണ്ടുവന്നതിന് ശേഷം IFRS 17 IFRS ആണ്. IFRS ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ട് 17 എണ്ണമാണ് നമ്മൾ കൊണ്ടുവന്നത്. ആ 17 എണ്ണം നമ്മളിപ്പോൾ എന്ത് ചെയ്തു മനസ്സിലായി കഴിഞ്ഞു. 17 എണ്ണമാണ് ഈ പറഞ്ഞ കണക്ക് നമ്മളൊരു ഈ പറഞ്ഞ കണക്ക് നിങ്ങൾ ഒരുപാട് തവണ ഒന്ന് റഫായിട്ടൊന്ന് വായിച്ച് അതിനകത്ത് എന്തൊക്കെ വരികയാണെന്ന് നിങ്ങളൊരു കോഡിൻ്റെ സഹായത്തിൽ എങ്ങനെയായിരുന്നാൽ നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇത് ഈ പറഞ്ഞത് കണക്ക് 17 എണ്ണം ഏതെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതും പ്രധാനപ്പെട്ടത്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതുമായ ക്വസ്റ്റ്യനുകൾ, മോഡൽ ക്വസ്റ്റ്യനുകൾ നമുക്ക് വരുമ്പോഴത്തേനും അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സഹായിക്കും. നമുക്ക് വരുന്ന മോഡൽ ക്വസ്റ്റ്യനകത്ത് കൃത്യമായിട്ടുമുണ്ട് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന്. ഓക്കെ, അപ്പം നമുക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് തന്നെ പോകാം.